എല്ലാവർക്കും വിനീതമായ നമസ്കാരം. യാതൊരുവിധ ഔപചാരികതകളില്ലാതെ തികച്ചും ബന്ധുജനങ്ങൾ ഒക്കെ മാറ്റിയിരിക്കുന്ന ഒരു വേദിയായതുകൊണ്ട്, കുടുംബാംഗങ്ങളുടെ മുമ്പിലായതുകൊണ്ട് ഒരു ആമുഖത്തിൽ ഔപചാരികതയ്ക്കൊന്നും സമയമില്ല. ഒരു തയ്യാറെടുപ്പോട് കൂടിയിട്ടല്ല ഇത് നമ്മൾ നിശ്ചയിച്ചത്. പക്ഷെ ഇന്ന് വരണമെന്ന് ഇന്നലെയാണ് തീരുമാനിച്ചത്. ഉച്ചയ്ക്ക് പുറപ്പെട്ടു. സമയത്ത് ഉദ്യോഗം നിശ്ചയിച്ചതല്ലെങ്കിൽ വരണമെന്ന് തന്നെ ഉണ്ടായി. പ്രത്യേകിച്ച് നേരത്തെ തന്നെ അറിയിച്ചു രാമായണം സമ്പൂർണ്ണമായി പറ്റൂരിൽ നേരത്തെ ചെയ്യാൻ പക്ഷേ രാമായണത്തും പക്ഷേ ചിന്തിക്കാം. ഈ ഒരു തയ്യാറെടുപ്പോട് കൂടിയൊന്നും വേണ്ട, ഉള്ളവരെ മതി ചെറിയൊരു സത്സംഗം ചെയ്ത് പോവാം. എന്തായാലും കുടുംബാംഗങ്ങളുടെ മുമ്പിലാവും, പ്രത്യേകിച്ച് പത്തിൽ കുടുംബാംഗങ്ങളുടെ മുമ്പിൽ ഒരു പ്രഭാഷണം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇടയിലോട്ട് വരാനും സമയം അനുവദിച്ചിരിക്കുകയാണ്. എന്തായാലും അതെല്ലാവരെയും നേരിട്ട് അറിയാം. എങ്കിലും ഇങ്ങനെ ഒരു സത്സംഗം ചെയ്യാൻ ഒരു ഭാഗ്യം ഈ ശ്രീരാമചന്ദ്രന്റെ മുമ്പിൽ ഈ രാമായണവാസം ഇന്ന് അമാവാസി തിഥി നടന്നുകൊണ്ടിരിക്കുകയാണ്. അമാവാസി ആരംഭിച്ച വിധതർപ്പണത്തിനൊക്കെ പ്രാധാന്യം ഇങ്ങനെ ആരംഭിച്ചിരിക്കുന്ന ദിവസത്തിൽ രാമായണം നമ്മെ പഠിപ്പിച്ചത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ അതിനെ രാമായണം നമുക്ക് കാണിച്ചു തരുന്നത് ഈ ജീവിതം എന്ന് പറയുന്നത് തന്നെ ദുഃഖപൂർണ്ണമാണ്. ജീവിതം തന്നെ ദുഃഖം. മനുഷ്യ ജീവിതത്തിന്റെ പരമമായ ഉദ്ദേശം ഭഗവത് പദപ്രാപ്തിയാണെന്നും അതിന് വൈകുണ്ഠനാരായണനായിട്ട് ഭഗവാന്റെ മനുഷ്യാവതാരത്തിന്റെ ഭൂമിയിലേക്ക് വന്നാലും ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതാണ് രാമായണത്തിന്റെ അത്യന്തായ ഉദ്ദേശം. രാമായണം സമ്പൂർണ്ണമായിട്ട് നമ്മൾ വായിച്ച് സമർപ്പിക്കുന്ന സുന്ദരമായ രാമായണം എവിടെ കൊണ്ട് നിർത്തി? നമ്മൾ ശ്രീരാമ പട്ടാഭിഷേകത്തിൽ കൊണ്ട് നിർത്തി. അതുകൊണ്ട് കഴിഞ്ഞു രാമായണം. പിന്നീട് ദുഃഖങ്ങളും ദുരന്തങ്ങളും വരാനിരിക്കട്ടെ. അഭിഷേകത്തെ വഹിച്ചപ്പോൾ വലിയ സന്തോഷത്തിന് നമ്മുടെ ആനന്ദത്തിൽ സ്വർണ്ണകലശങ്ങളും ഒരിക്കലും എല്ലാവരും കൊണ്ട് ദാസത്തിക്ക് അഭിഷേകം ചെയ്യുമെന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തിൽ നമ്മൾ കൊണ്ട് നിർത്തിയാണ് അവസാനിച്ച രാമായണം ഇല്ല.
പിന്നീട് മഹാദുരന്തങ്ങൾ വരാനിരിക്കണേയുള്ളൂ. സീതയെ ഉപേക്ഷിക്കണം, ലവകുശന്മാരുടെ ജന്മവും ഒടുവിൽ സീതാദേവി തന്നെ ഭൂമിയിലേക്ക് അന്തർധാനീതമായ രംഗവും ഒടുവിൽ നിങ്ങൾ വായിച്ച പുസ്തകത്തിൽ അറിയിക്കുന്ന പുസ്തകത്തിൽ പട്ടാഭിഷേകം പുസ്തകം കഴിഞ്ഞു. ഞാൻ നോക്കി ബാക്കി രാമായണം കൊണ്ട് നിർത്തിയത് യഥാർത്ഥത്തിൽ ശ്രീരാമചന്ദ്രൻ സരയൂ നദിയിൽ ചാടി ആത്മാഹുതി ചെയ്യണം. ഭഗവാന്റെ ശരീരം തന്നെ ആ സരയൂ നദിയിലേക്ക് ചാടി അന്യന്മാരെ കൂടെ കൊടുത്ത നാലുപേർക്ക് ഒരുമിച്ചാണ് ജനങ്ങൾക്ക് ചുറ്റും നിന്നത് കഴിഞ്ഞുകൊണ്ട് നിൽക്കുക. യഥാർത്ഥത്തിൽ രാമായണം അവസാനിക്കുക അവിടെയല്ലേ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് തന്റെ രാമജന്മം പൂർത്തീകരിക്കാൻ സാധിക്കാതെ ദുഃഖം കൊണ്ട് അവസാനിപ്പിക്കുന്ന രാമായണം തുടങ്ങിയത് ദുഃഖത്തിൽ നിന്നാണ്. മക്കളില്ലാതുള്ള സന്താന ദുഃഖം അത്ര വലിയ ദുഃഖം. ദശരഥ മഹാരാജാവ് സന്താനങ്ങളില്ലെന്നും പറഞ്ഞ് തുടങ്ങിയ അവിടെ തുടങ്ങിയത് രാമായണം. ആ ദുഃഖത്തിൽ നിന്ന് ആരംഭിച്ചു സരയൂ നദിയിൽ ചാടി ദേഹവരിത്യാഗം വർഷം ജീവിക്കാൻ ആർക്കും പറ്റിയില്ല. ശ്രീരാമചന്ദ്രന് പറ്റിയില്ല. ഒരു മഹാദുഃഖത്തിൽ കൊണ്ടുചെന്ന് അവസാനിപ്പിക്കുന്ന ഗ്രന്ഥമാണ് യഥാർത്ഥത്തിൽ എന്ന് രാമായണം. ആദ്യവും ദുഃഖം, നടന്നുകൊണ്ടിരിക്കുന്നതും ദുഃഖം, അവസാനിപ്പിച്ചതും ദുഃഖം. പക്ഷെ നമ്മുടെ പട്ടാഭിഷേകത്തിലാണ് നിർത്തിയത്. സാധാരണ മര്യാദയോട് അധ്യാത്മ രാമായണം വായിക്കുമ്പോൾ പട്ടാഭിഷേകത്തിലെ നിർത്തൽ അതുകൊണ്ട് കാരണം എന്താ വെച്ചാൽ ഭഗവാൻ എപ്പോഴും നമ്മളെ രക്ഷിച്ച് അയോധ്യാധിപനായി ഇരിക്കേണ്ടത് മനുഷ്യരെ നോക്കാൻ വേണ്ടി ശരിയായി നാടുവാണിക്കാലം മനുഷ്യരെല്ലാവരും പോലെ തോന്നിച്ചുകൊണ്ടില്ല. ശ്രീരാമൻ ഭരിച്ച കാലത്ത് ദുഃഖങ്ങളാകുന്നില്ല, സന്താന ദോഷങ്ങളൊന്നുമില്ല, രോഗങ്ങളില്ല, മഹാമാരികളില്ല, ഉരുൾപൊട്ടലില്ല, വയനാട്ടിൽ ദുരന്തമില്ല, ദുരിതങ്ങളൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ശ്രീരാമൻ നാട് ഭരിച്ചത്. കാരണം ശ്രേഷ്ഠന്മാരായ രാജാവുണ്ടായാൽ അങ്ങനെ ഉണ്ടാവണം. രാജാവിന്റെ പഠനം നമുക്കറിയില്ല. ഒന്നര കൊല്ലം കൂടി ഉണ്ടല്ലോ രാജാവ്. യഥാർത്ഥത്തിൽ ശ്രീരാമൻ കാണിച്ചു തന്ന ജീവിതത്തിനെ ചിന്തിക്കൂ. രാമായണം നമുക്ക് പറഞ്ഞു തരുന്നത്, രാമായണം വായിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദുഃഖമൊക്കെ തീരുമാനമെടുത്ത് വൈകുന്നേരം ഈ ദുഃഖമൊക്കെ തീരുന്നു പറഞ്ഞ് ഭഗവാൻ തന്നെ കാണിച്ചു തരുന്നുണ്ടായി. നമുക്ക് മനുഷ്യ ജീവിതം യഥാർത്ഥത്തിൽ സുഖങ്ങളെക്കാളേറെ വൈകുണ്ഠനാരായണനായ ഗുരുവായൂരപ്പൻ തന്നെ മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ച് കാണിച്ചു പോകും. മനുഷ്യനെപ്പെട്ട എത്രയോ ദുഃഖങ്ങളിലൂടെ രാമായണ മാസത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് കാണിച്ചു തരണേതായ രാമന്റെ ജീവിതം തന്നെ ഒരു മാതൃകയായി നമുക്ക് കാണിച്ചു തരുന്നത് തന്നെ യഥാർത്ഥത്തിൽ രാമായണം വായിച്ചു തുടങ്ങിയപ്പോൾ രാവിലെ വായിച്ചു തുടങ്ങി. അതിൽ രാമായണ പാരായണമെല്ലാം തന്നെ ആരംഭിച്ചു. കാരണനായ നായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വായിച്ചു തുടങ്ങിയത്. അതങ്ങനെ വായിച്ചു 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 അടുത്ത വരിയിൽ പറയുന്നത് രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ മുന്നൻ മാമനി പ്രവരനായി വന്നതോ കണ്ടു. രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ. ഏത് കാട്ടാളനാണ്? രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ ആരായിട്ട് ഭവിച്ചു? മാമുനി മഹാമുനി. രാമനാമത്തെ ജപിച്ച വാൽമീകി മഹാമുനിയായി ഭവിച്ചത് ആ ഭഗവൻ നാമത്തിന്റെ മഹാത്മ്യം ഈ ക്ഷേത്രത്തിലുള്ളതായ ദേവരായികളായ ഈ ശ്രീരാമചന്ദ്രന്റെ ആ നാമാകുന്ന മാ ര രണ്ടക്ഷരങ്ങൾ മാ ര. ആദ്യമായി ജപിച്ചപ്പോ മാ ര മാ ര മാ ര ഇങ്ങനെ രാമാരാമയെ ഭവിച്ചു എന്നല്ലാതെ തന്നെ ആ സപ്തഋഷികളെല്ലാം തന്നെ വരുന്നതും വാൽമീകിയെ കാണുന്നതുമായ സന്ദർഭത്തിലെല്ലാം തന്നെ പറയുന്നത് രാമനാമത്തെ ജപിച്ചൊരു കാട്ടാണ്. ആ കാട്ടാള യഥാർത്ഥത്തിൽ ആ കാട്ടാളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ രാമായണം ആരംഭിച്ചത്. നമ്മുടെ മലയാള രാമായണമല്ല, മൂലരാമായണമാകുന്ന വാൽമീകി രാമായണം, സംസ്കൃത രാമായണം. ആ മൂലരാമായണത്തിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ ആ രാമായണം തുടങ്ങിയത് തന്നെ ഈ കാട്ടാളനായിരുന്ന മഹാമുനി തമസ നദീതീരത്തിലേക്ക് ഇങ്ങനെ സന്ധ്യാവനത്തിന് പുറപ്പെടണം. ബ്രാഹ്മണർക്ക് വിശേഷിച്ച് സന്ധ്യാസമയം മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുക. ആ സന്ധ്യാസമയമൊക്കെ സന്ധ്യാവനത്തിന് മാറ്റി വെക്കണം. അല്ലെങ്കിൽ എന്ത് ജോലി ഉണ്ടെങ്കിലും സന്ധ്യാസർവം സന്ധ്യക്ക് ഒന്നും വരുത് സംസാരിക്കല്, അതുപോലെ തന്നെ അതിൽ നടക്കല്, ഭക്ഷണം പാചകം ചെയ്ത് വരുതെന്ന് പറയുന്നത് ഈ സന്ധ്യ സർവം വർക്കിയത്. അതിനോട് ചോദിക്കും സന്ധ്യയ്ക്ക് എത്ര രാമായണം വായിക്കണം പറയാൻ. കാരണം രാമായണം വായിക്കുമ്പോൾ സമസ്ത ദേവതാ സാന്നിധ്യം ഉണ്ടാവുന്നത്. ഇവിടെ 11 പേരാണ് ഈ ചിത്രത്തിൽ. ഇതിനാണ് രാമപട്ടാഭിഷേകം എന്ന് പറയുന്നത്. 11 ദേവന്മാർ. ആ ദേവന്മാരെല്ലാവരും രാമായണം വായിക്കുമ്പോൾ നമ്മുടെ
ചുറ്റും വന്ന് നിൽക്കുന്നവരെ. അപ്പൊ അതിൽ വസിഷ്ഠമുനിയുണ്ട്, നാരദ മഹർഷിയുണ്ട്, ബ്രഹ്മാവുണ്ട്, അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയുണ്ട്. 11 പേരടങ്ങുന്ന ഒരു ചിത്രത്തെയാണ് പ്രായം നമ്മുടെ രാമപട്ടാഭിഷേകം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊരു സമ്പ്രദായമൊക്കെ ഉണ്ട്. ഈ രീതിയിലാണ് അതിന്റെ പ്രഭാവം വിന്യസിപ്പിച്ചിരിക്കുന്നത്. 11 ദേവതാ സാന്നിധ്യം. അപ്പോൾ എവിടെ രാമായണം പാരായണം ചെയ്യുമോ അവിടെ ഈ 11 ദേവതകളുടെയും സാന്നിധ്യം. അവരിൽ ബ്രഹ്മചാരികളാണ്. വിശേഷിയാൽ ഹനുമാൻ സ്വാമി ഉൾപ്പെടെയുള്ള ആളുകൾ ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ്. വസിഷ്ഠ മഹർഷി കർമ്മം കൊണ്ട് ബ്രാഹ്മണി പ്രാപിച്ച ക്ഷത്രിയനാണ്. വിശ്വാമിത്ര മഹർഷി ഇവരെല്ലാം തന്നെ നിത്യം സന്ധ്യാവന്തനോപാസനകൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് സന്ധ്യാസമയം അല്പനേരം മാറ്റി വെക്കണം. ഇതിനു വേണ്ടി അവർക്കൊക്കെ ഒന്ന് പോയി വരാൻ. ആ നേരം നമ്മളും സന്ധ്യാവന്തനം ചെയ്യണം. അല്ലെങ്കിൽ അന്നേരം ഗായത്രി മന്ത്രമെങ്കിലും സന്ധ്യാവന്തനം ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ അതുകൊണ്ടാണ് സന്ധ്യയ്ക്ക് മുമ്പും സന്ധ്യയ്ക്ക് ശേഷവും എന്ന് പറയുന്നത്. സന്ധ്യയാകുമ്പോൾ സന്ധ്യയ്ക്ക് വായിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അത് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് സന്ധ്യയ്ക്ക് രാമായണം അരുത് എന്ന് പറഞ്ഞതിന്റെ കാരണം. ഈ കാരണം അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം. എന്തായാലും ഋഷിമാർക്കൊക്കെ തന്നെ വിപ്രയന്മാർക്കെല്ലാം തന്നെ ബ്രാഹ്മണർക്കെല്ലാം തന്നെ നിർബന്ധമായി അനുഷ്ഠിക്കേണ്ട കർമ്മമാണ് സന്ധ്യാവന്തനം. നമ്മളും സന്ധ്യാവന്തനം അനുഷ്ഠിക്കേണ്ട ആളുകളാണ്. സന്ധ്യാസമയത്ത് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് മനസ്സിനെ ഭഗവാനിലേക്ക് അടുപ്പിക്കാനുള്ളതായ നാമജപം വിശേഷിയാൽ ഗായത്രി മന്ത്രം ജപിച്ച് ശക്തിയെ ആർജിക്കേണ്ട സമയമാണ് സന്ധ്യ. സന്ധ്യാസർവം വർദ്ധയേത്. സന്ധ്യയ്ക്ക് മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഈശ്വരജപം സാധനയും ചെയ്താൽ മാത്രമേ ആത്മശക്തി പ്രകാശിക്കുള്ളൂ എന്ന് പറയുന്നു. ഇതാണ് സന്ധ്യയുടെ പ്രാധാന്യം. ഈ സന്ധ്യാസമയമായപ്പോഴാണ് നമ്മുടെ മൂലരാമായണമായിട്ടുള്ള വാൽമീകി രാമായണം തുടങ്ങുന്നത്. അവിടുന്നാണ് സന്ധ്യയ്ക്ക് സന്ധ്യാവന്തനത്തിന് പുറപ്പെടുകയാണ് ആര്? വാൽമീകി മഹർഷി. തമസ എന്ന് പറയുന്ന നദിയുടെ ദിക്കിലേക്കാണ് അദ്ദേഹം പുറപ്പെടുന്നത്. അവിടേക്ക് പുറപ്പെടുന്ന നേരായിരിക്കും ഒരു മരക്കൊമ്പിൽ 2 ക്രൗഞ്ച പക്ഷികളെ അദ്ദേഹത്തിന് അറിയാവുന്ന. ആ മരക്കൊമ്പിൽ 2 ക്രൗഞ്ച പക്ഷികൾ ഇങ്ങനെ കൊക്കുരുമി നിൽക്കുന്നതായിട്ട് അദ്ദേഹം സന്തോഷമുണ്ടായി. 2 ഇണപക്ഷികൾ അവരിങ്ങനെ കൊക്കുരുമി നിൽക്കുന്നത് ഒരു പുരുഷനും ഒരു സ്ത്രീയുമായിട്ട് 2 പക്ഷികളാണെന്ന് മനസ്സിലായി. ആ പക്ഷികൾ അദ്ദേഹം നോക്കിണ്ടായി. അങ്ങനെ നോക്കി നിൽക്കുന്ന നേരാണ് ഒരു വേടന്റെ ശരം വന്ന് പക്ഷികളിൽ ഒന്നിനെ ഒരു പക്ഷികളെ ചറകറ്റ് താഴെ വീഴാൻ ഋഷിയുടെ ഉള്ളിൽ വലിയൊരു ദുഃഖമുണ്ടായി. കാരണം പ്രപഞ്ചത്തിന്റെ ദുഃഖം തന്റെ ദുഃഖമായിട്ട് തോന്നി. അത് ഋഷിക്ക് ഒരു വലിയ വേദന ഉണ്ടായിരുന്നു. നോക്കൂ, ഈ ഒറ്റപ്പെട്ട കിളിയുടെ ദുഃഖം എത്ര ഉണ്ടാവുന്നത് കവിത അവിടെ ഉണ്ടാവുന്നത്. പ്രപഞ്ചത്തിന്റെ ദുഃഖം നമ്മുടേതായിട്ട് തോന്നുന്നിടത്താണ് കവിത ജനിക്കുന്നത്. ആൺപക്ഷിയെ വേർപെട്ടിരിക്കുന്ന പെൺപക്ഷിയെ കണ്ടപ്പോ രാമനെ വേർപെട്ട് തന്റെ ആശ്രമത്തിൽ വന്നിരുന്ന സീതാദേവിയെ ഓർമ്മ വന്ന് സീതാഗ്രഹം ശ്രീരാമന് ദുഃഖായി കൊട്ടാരത്തിൽ ഇരിക്കുമ്പോഴും ഗർഭവതിയായ ഉപേക്ഷിക്കപ്പെട്ട സീത പിന്നീടുള്ള കാലം കഴിഞ്ഞെവിടെയാണ്? വാൽമീകിയുടെ രാമായണം വായിക്കണം. കൊട്ടാരത്തിൽ ആ കഥയൊക്കെ വരും. അവിടെ ശ്രീരാമനെ വേർപെട്ട് തന്റെ ആശ്രമത്തിൽ കഴിഞ്ഞുകൂടിയ സീതയുടെ ദുഃഖം കണ്ടാണ് ഒരു പക്ഷിയിൽ ഒന്ന് പുരുഷൻ പക്ഷിയെ ആൺപക്ഷിയെ വേർപെട്ടിരിക്കുന്ന പെൺപക്ഷിയുടെ ദുഃഖം കണ്ടപ്പോ ഋഷിയുടെ ഉള്ളിൽ തന്റെ ആശ്രമത്തിൽ ശ്രീരാമനെ വേർപെട്ട് ഒറ്റയ്ക്ക് പേരാൽ വരച്ചുകൊണ്ടിരിക്കുന്ന ചിന്താവിഷ്ടയായ സീതയെ കണ്ട ഓർമ്മ കുമാരാചാര്യന്റെ കവിതയുണ്ട്. ഏകാന്തയായി തന്റെ ആശ്രമം അടിയിൽ കഴിയുന്ന സീതയുടെ ദുഃഖമാണെന്ന് പറഞ്ഞിട്ടുണ്ടായി. ആ സീതാ ദുഃഖത്തെ അടിച്ച് ആ ഓർമ്മയാണ്. ഇതേ സമയം കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോ സീതയെ വേർപെട്ട ദുഃഖത്തോടെ ഇരിക്കുന്ന ശ്രീരാമനെ തന്നെ വസിഷ്ഠ മഹർഷി പറഞ്ഞു കൊടുക്കുന്നു. ശ്രീരാമേന്ദ്രൻ രാവണവധം കഴിഞ്ഞുവെങ്കിലും മഹാപാപം അങ്ങേ ബാധിച്ചിരിക്കണോ? എന്ത്? ബ്രഹ്മഹത്യാപാപം. ബ്രഹ്മഹത്യാപാപം ബാധിക്കുന്നത് രാവണന്റെ മാതാവ് കൈകസി ദേവി അസുര സ്ത്രീയാണെങ്കിൽ അച്ഛൻ വിശ്വാസത്തിന്റെ പാരമ്പര്യയുടെ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവരാണ്. അതുകൊണ്ട് പിതൃഗോത്രം പരിശോധിച്ചാൽ ബ്രാഹ്മണ ഗോത്രത്തിൽ ജനിച്ചവരാണ് ആര്? രാവണൻ. അങ്ങനെ ക്ഷത്രിയൻ എന്നിരിക്കെ ബ്രാഹ്മണനെ കൊല്ലുമ്പോ ജന്മജന്മാന്തരങ്ങളായുള്ള ആ ബ്രാഹ്മണ ശാപം, ആ ബ്രഹ്മഹത്യ എന്ന് പറയുന്ന മഹാഭാവം അങ്ങയുടെ വംശത്തിന് ഭരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് അശ്വമേധ യാഗം നടത്തണമെന്ന് പറയും.
ഗൃഹസ്ഥന്മാർക്ക് പത്നി സമയത്തായിട്ട് മാത്രമേ മഹായാഗങ്ങൾക്കും യജ്ഞങ്ങൾക്കും സമ്പ്രദായം അവിടെ പുത്രന്മാർക്കില്ലാതെ ഭാര്യ സമേതമായിട്ട് മാത്രമേ യജ്ഞവത്നി കൂടെ നടത്തുക. അങ്ങനെ യജ്ഞവത്നി ഇല്ലാതെ കണ്ട് എങ്ങനെയാണ് പ്രഭു ഈ യാഗം നടത്തുക? സീത ഉപേക്ഷിച്ച് സീത വനത്തിലല്ലേ പറയുമ്പോഴാണ് ഒരു സ്വർണം കൊണ്ട് ഒരു ശീല ഉണ്ടാക്കുക, ഒരു കാഞ്ചനശീല, ശീലയുടെ അതേ സ്വരൂപത്തോടുള്ള ഒരു കാഞ്ചനശീല ഉണ്ടാക്കണം. അങ്ങനെയാ യാഗം കഴിയും. എന്നും രാത്രി ആ സ്വർണ്ണശീലയുടെ മുമ്പിലിരുന്ന് പൊട്ടിക്കരയുമായിരുന്നു അത്രയാല്. മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ച വൈകുണ്ഠനാരായണൻ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ ഇത്രയേറെ ദുഃഖം എത്രയോ ദുഃഖം രാമൻ അനുഭവിക്കേണ്ടി വന്നു, ശീലത്തെ അനുഭവിക്കേണ്ടി വന്നു. ശീലയെ ഏർപ്പെട്ട ദുഃഖം രാമന്, രാമനെ ഏർപ്പെട്ട ദുഃഖം ശീലയെ. ദമ്പതികളുമായി എത്ര കാലം സന്തോഷത്തോടെ കഴിയാൻ യോഗമുണ്ടായി. കൊട്ടാരത്തില് കിളി കഴിഞ്ഞ് വന്ന മക്കന്നെ അച്ഛൻ ആ അഭിഷേകത്തിന് ഒരുക്കിയപ്പോഴാണ് കൈകേയിയുടെ ആഗ്രഹപ്രകാരം വനത്തിലേക്ക് പോയത്. വനത്തിൽ പോയി ഏറെക്കാലം കഴിഞ്ഞില്ല, അപ്പോഴേക്കും രാവണൻ സീതയെ അപഹരിക്കുകയുണ്ടായി. അവിടെയും സന്തോഷങ്ങൾ ഉണ്ടായില്ല. പിന്നീട് സീതയെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പോഴാണ് അലങ്കാരന്റെ വാക്കുകൾ കേട്ട പ്രചരണം രാജ്യമുണ്ടാകിയുണ്ടായത്. രാമൻ ചെയ്തത് ധർമ്മം. പരന്റെ ഗ്രഹത്തിൽ കഴിഞ്ഞ ഭാര്യയെ സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ ജാരന്റെ ഗ്രഹത്തിൽ കഴിഞ്ഞ ഭാര്യയെ സ്വീകരിക്കുന്ന രാമൻ ചെയ്തത് ധർമ്മം. ഇത് പ്രചരിച്ചു. രാമന് ഭയായി. ലോകൈകരൊക്കെ രാമൻ അധർമ്മം ചെയ്തു, അല്ലെങ്കിൽ രാജാവ് തെറ്റ് ചെയ്തു എന്ന് വാദിച്ചാൽ പിന്നീട് രാജാവ് പറയുന്ന ധർമ്മം ആരും കേൾക്കില്ല. അധർമ്മിഷ്ടൻ പറയുന്ന വാക്കുകൾ ഒരിക്കലും ലോകം ധർമ്മബോധം പറയുന്നത് ലോകൈകരും കേൾക്കുള്ളൂ. ആ ഭയം കൊണ്ട്, ധർമ്മഭയം കൊണ്ട് സ്വഭാവം ഉപേക്ഷിക്കുകയാണ്. രാമന്റെ രീതിയിലല്ല ആലോചിച്ചു പറയുന്നത്. രാമൻ ചെയ്ത ധർമ്മമാണ് കരുണയായ കാര്യങ്ങൾ പറയുമ്പോൾ രാമനെ സംബന്ധിച്ച് തന്റെ പ്രകൃതി സുഖങ്ങളെക്കാൾ വലുതാണ് ആ രാജ്യത്തിന്റെ ധർമ്മം, അല്ലെങ്കിൽ തന്റെ പിതാമഹന്മാർ തന്നെ ഏൽപ്പിച്ചതായ ധർമ്മം. ഒരു ഭാര്യയെ ഉപേക്ഷിക്കേണ്ടി വന്ന ശ്രീരാമന്റെ ദുഃഖം, എത്രയോ ദുഃഖം. ആ ദുഃഖങ്ങളുടെ ഒരു വലിയ പേടിയല്ലേ ശ്രീരാമചന്ദ്രന്റെ ജീവിതത്തെ. ഈ ദുഃഖമാണ് സന്ധ്യാവനത്തിൽ ചെന്നപ്പോഴേക്കും പക്ഷികളിൽ ഒന്ന് അമ്പേറ്റിൽ വീണപ്പോഴേക്കും ആരുടെ തോന്നിയത്? ആ ദുഃഖമുണ്ടായി, ഒരു വലിയ ശോകം ഉണ്ടായി. ശോകത്തിൽ നിന്ന് ആദ്യത്തെ ശ്ലോകം ഉണ്ടായി. എന്താ പറയുക വാക്ക്? ശോകത്തിൽ നിന്ന് ആദ്യ ശ്ലോകം. രാമായണത്തിൽ പറഞ്ഞത് കാട്ടാളനോടല്ല, കാട്ടാളത്വത്തോടാണ്. എന്താ വാക്ക്? നീ കാണിച്ച ഹിംസ എന്ന അധർമ്മത്തെയാണ് ഞാൻ അരുതെന്ന് പറഞ്ഞത്. എല്ലാ തരത്തിലെ ഹിംസകളോടും ഞാൻ എന്താ പറയുന്നു? അരുത്. രാമായണം ആദ്യം തന്നെ നമ്മെ പഠിപ്പിച്ചു ഹിംസ അരുത്. ഹിംസ കൊല്ലുകയാണെന്ന് പറഞ്ഞത് നമ്മൾ വിചാരിച്ചത് ആരെങ്കിലും കൊല്ലുകയാണ് ഹിംസ വേദനിപ്പിക്കുക, അതിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വാക്കും പ്രവൃത്തിയിൽ നിന്നിട്ടാണ് രാമായണം തുടങ്ങിയത് തന്നെ അഹിംസ. പറഞ്ഞത് ആരാണ്? ഇന്നലെ വരെ എത്രയോ ജന്തുക്കളെ കൊന്ന് നാട്ടില് ജന്മം കൊണ്ട് വിജയനായി പറഞ്ഞു. ജന്മനാദിജത്വം കൊണ്ട് ജന്മം കൊണ്ട് ബ്രാഹ്മണത്തിൽ ജനിച്ചെങ്കിലും ബ്രഹ്മകർമ്മമൊന്നും ചെയ്യാൻ പറ്റിയില്ല. മരണിക്കുന്നു. ഒരു ക്ഷൂദ്ര സ്ത്രീയെ വേണ്ടു. അവളിൽ സന്താനങ്ങളൊക്കെ ധാരാളം ജനിപ്പിച്ചു. കിട്ടുന്ന ജന്തുക്കളെ ഭക്ഷിച്ചു. എത്ര ജന്തുക്കളെ കൊന്നേ ചതിച്ചു. ഞാൻ പറയുന്നത് ജന്തുക്കളെ ചതിച്ചു, കൊന്നും തിന്നും പോണ ആൾക്കാരെ ഉപദ്രവിച്ചും കത്തി കാണിച്ചും പേടിപ്പിച്ചും കുറെ പണക്കിട്ടാക്കി പറഞ്ഞ് ജീവിച്ചു. അപ്പോഴാണ് സപ്തഋഷിയോട് അദ്ദേഹത്തെ ചോദിക്കുന്നത്, ബുദ്ധിന്റെ എന്തിനാണൊക്കെ ചെയ്യണം? എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ, ഭാര്യ കുട്ടികളൊക്കെ പരിപാലിക്കാനല്ലേ. അപ്പൊ പാപഭാരം അവർക്കും കൂടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു ഭാര്യ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഭാര്യ ചെന്നപ്പോഴേക്കും ഭർത്താവോട് പറഞ്ഞു, ഈ പാപമൊക്കെ എന്താ പറഞ്ഞ വാക്ക്? താങ്കാ നിരന്തരം മറ്റുള്ളവർ അനുഭവിച്ചിരുന്നേ ഒരു
നിത്യവും ചെയ്യുന്ന കർമ്മകളവലം കർത്താവൊഴിഞ്ഞു പറഞ്ഞതല്ല. നിത്യവും ചെയ്യുന്ന കർമ്മകളവലം കർത്താവൊഴിഞ്ഞ് മറ്റെന്തെന്നിരിക്കുമോ ഇത് കേട്ടപ്പോൾ ഓടി വന്നിട്ടുമാരോട് കാലങ്ങളിൽ നമസ്കരിച്ചു. അത് അവരാതെ ചെയ്തു. ഇത്രയും കാലം ചെയ്ത മഹാഭാവങ്ങളിൽ നിന്ന് മുക്തമാവാൻ നീ എന്താ വഴി എന്ന് ചോദിച്ചപ്പോഴേക്കും ഒരു വഴിയുള്ളൂ. എന്താ? ഈ നാമത്തെ നാമം ഈ നാമജപം മാത്രമേ നമുക്ക് വലിയ സന്തോഷമായിട്ട്. കാരണം ആ ദീപാരാധനയൊക്കെ വേണ്ടി എല്ലാവരും ശാസ്താവിനെ നമസ്കരിച്ച് ലഭിച്ചു. ഭുവനേശ്വരി ദേവിയുടെ മന്ത്രങ്ങളൊക്കെ ലഭിച്ച് പിന്നീട് ഹനുമാൻ മന്ത്രങ്ങളും പിന്നെ സ്വസ്തി മന്ത്രങ്ങളൊക്കെ ലഭിച്ച് വളരെ ഭംഗിയായിട്ട് ക്ഷേത്രം അഭിവൃദ്ധിപ്പെടാൻ ഏറ്റവും കൂടുതൽ ഈ എവിടെവിടെയൊക്കെ ദുഃഖം ഉണ്ടാവണം ദുരിതം ഭഗവാൻ തന്നെ പറയുന്നു നാമങ്ങളെ ക്ഷമിക്കൂ. ഭഗവാന്റെ നാമത്തിന്റെ മഹിമ ചെറുതല്ല, വളരെ വലുത. നാമജപം നാമസങ്കീർത്തനം സർവപാപപ്രണാശനം പറയുന്നത് ആ നാമത്തെ ഭഗവത് നാമങ്ങളെ ലഭിച്ച് ഇങ്ങനെ ഇരുന്നാൽ തന്നെ തീരാത്ത ദുരിതത്തിലാണ് പറയുന്നത്. രാമനാമത്തിന് അത്രയും വലിയ മഹിമയുണ്ടെന്ന് പറയുന്നത്. ഒരു രസകരമായിട്ടൊരു കഥ ഇങ്ങനെ തുളസീദാസന്റെ രാമായണം കേട്ടോ അറിയില്ലേ? രാമായണങ്ങൾ പലതുണ്ട്. തമിഴ്നാട്ടിലെ കമ്പരാമായണമുണ്ട്. ഉത്തരേന്ത്യയിൽ ചെന്നാൽ ഹിന്ദിയിലെ ഒരു രാമായണമുണ്ട്. രസമായിട്ടുള്ള രാമായണമാണ്. മലയാളം ഭാഗത്ത് കിട്ടാറുണ്ട്. വളരെ വ്യക്തമായ കോപ്പി. അതിലൊരു രസമായിട്ടുള്ള കഥ ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. തുളസീദാസന്റെ രാമായണത്തിൽ സേതുബന്ധനം നടന്നുകൊണ്ടിരിക്കുക. ആലങ്കട പാലപ്പടി നടന്നുകൊണ്ടിരിക്കുക. സേതുബന്ധനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വാനന്മാരെല്ലാവരും ഓരോ ഭാഗങ്ങൾ എടുക്കേണ്ട. എന്നിട്ട് അതില് രാമാന്ന് എഴുതുന്നത്. ഓരോ കല്ലിലും രാമാന്ന് എഴുതിയിട്ടാണ് ജലത്തിലേക്ക് കിടക്കുന്നത്. ദക്ഷിണ ജലയിലിടേണ്ട ആ ജലത്തിൽ വീണതും കല്ലുകൾ എന്ത് ചെയ്യും? മുങ്ങിയാണ്. കണ്ടുപോകില്ല. രാമാന്ന് എഴുതിയിട്ടുള്ളവരുടെ അറിയാം. ഭഗവാനൊക്കെ അങ്ങനെ നോക്കി നിൽക്കുക. വാനന്മാര് അവർ നീലൻ കമയൻ അങ്ങനെ പല വാനന്മാരുണ്ട്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ കല്ലെടുത്ത് കൊടുക്കേണ്ട. അതിൽ രാമാന്ന് എഴുതുന്ന ജലത്തിലിട്ടുണ്ട്. കല്ലാച്ചാലിന്റെ പൊങ്ങി വരുന്നത് ഭഗവാൻ തോന്നി. രാമന്റെ കണ്ണോട് നിൽക്കാൻ എല്ലാവരും രാമാന്ന് എഴുതിയിട്ടാണ്. എന്റെ പേരെത്ര മഹത്വം ഭഗവാൻ സ്വയം ആലോചിച്ചു. എന്റെ പേരെത്ര മഹത്വം എന്തുകൊണ്ടാണ്? ഇപ്പൊ രാമാന്ന് എഴുതിയിട്ടിടുന്നതുകൊണ്ട് ഓരോ കല്ലും മുങ്ങാതെ പൊങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഒരു കല്ലിട്ട് നോക്കിയാലോ? ആ പേരെഴുതിയിട്ടിടുന്നതുകൊണ്ടാണോ കല്ല് മുങ്ങാതെ പൊങ്ങിക്കിടക്കുന്നത്? രാമൻ തന്നെ ഒരു കല്ലിട്ട് നോക്കിയാൽ അത് മുങ്ങുമോ പൊങ്ങുമോ എന്ന് അറിയാനുള്ളൊരു ആഗ്രഹം ഉള്ളിലിരിക്കും. അത് എല്ലാവരും ഉള്ളവരാണ്. എല്ലാവരും ഉണ്ടായപ്പോ ഈ കല്ലിൽ തറങ്ങാനും താഴ്ന്നു പോയാലോ മണക്കേട് വരാനില്ലല്ലോ. എല്ലാവരും 5 മണി കഴിഞ്ഞാൽ വെള്ളൊപ്പം പരിപാടി ഇരിപ്പാണ്. അത് ഇപ്പേ കാണാനുള്ളൂ. ഇവിടെ നിന്ന് കാണാനില്ല. പോയി മാനന്മാരൊക്കെ പോയ ശേഷം വരാൻ തിരിച്ചിട്ട് ഭഗവാൻ വിളിക്കുന്നു. വൈകുന്നേരത്തെ വെല്ലടിച്ചപ്പോഴേക്കും മാനന്മാരൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പോയി സന്ധ്യ കഴിഞ്ഞാൽ മറ്റൊന്നും പറഞ്ഞില്ല. ഇതൊക്കെ അങ്ങനെയാണ്. സന്ധ്യ നമ്മുടെ പറഞ്ഞാൽ ജോലി ചെയ്ത് മനുഷ്യന്മാർ ജീവിക്കാറില്ല. സമയം ശിവോപാസനകളൊക്കെ എന്നതാണ്. അതായത് സന്ധ്യ മാനന്മാരൊക്കെ പോയി ആലോചിച്ചു. രാത്രി ഇട്ടായിട്ടേ കണ്ടാൽ ശ്രീരാമചന്ദ്രൻ താഴെ പോയി പറഞ്ഞല്ല. പിന്നെ വലിയ ഉൾക്കാരായിട്ട് പോയി ഞാനില്ലാത്തവർക്ക് ചെയ്യാനുണ്ട്. രാത്രി സമയമായി അതോടെ കഴിഞ്ഞു. ഒരു കുടിയില താമസിക്കണം. കടവരത്തെ രമേശ്വരനാണ് അവിടെ ഈ പാലക്കാട് പൊളിക്കാനുള്ള സമയം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പിന്നീട് ഭഗവാൻ തന്നെ എഴുന്നേറ്റു. അപ്പോഴേക്കും അനുജൻ അവരിൽ പോയിട്ടുള്ളത് ലക്ഷ്മണനെ എങ്ങോട്ടാ എന്താ പോണത്? ഒന്നുമില്ല ലക്ഷ്മണ, ഞാനും വരാം. ഒറ്റയ്ക്ക് കുറച്ചേരിക്കണമെന്ന് ഉണ്ടാവില്ല. അല്ല ഏട്ടാ ഒറ്റയ്ക്ക് പോണ്ട. കടലോരാണ്, പല ജന്തുക്കളുണ്ട്, രാക്ഷസന്മാർ പല വേഷത്തിൽ വരേണ്ട ആരെങ്കിലുമൊക്കെ. ഒന്നും ഭയപ്പെടണ്ട ഏട്ടാ, ഞാനും കൂടെ വരാം. വേണ്ട ലക്ഷ്മണൻ പറഞ്ഞില്ല. കൂടെ വന്നിട്ട് എങ്ങനെ കണ്ടാലേ ചമ്മലും കൂടി ഇല്ല. ലക്ഷ്മണ പഠിക്കൂ. ശരി ഏട്ടാ, അത്യാവശ്യം പയ്യനെ ഇരിക്കാം. ഒറ്റയ്ക്ക് കുറച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ സമാധാനമായപ്പോ ഇനി
ഒരാളെ കൂടി പറയാൻ അങ്ങനെ ഞാൻ വലിയ സ്വാമി സദാസമയം രാവിലെ എവിടെയിരിക്കാൻ വയ്യാത്തൊരാളാണല്ലോ ഞങ്ങളുള്ള എന്തായ ഭയമാണ് അതിനുള്ള നിൽക്കുമ്പോൾ പ്രേമം ഗുരുവായൂരെ ചിലപ്പോൾ പഠിക്കാതെ ഞങ്ങളറിയാറില്ല ഗുരുവായൂരെ തൊഴുത് പുറത്തേക്ക് വന്നാൽ ഗണപതിയെ തൊട്ട് പ്രദർശനം ചെയ്ത് മേശാനത്ത് പ്രസാദം വാങ്ങിയ ഇപ്പുറത്തൊരു തോടില് ഇങ്ങനെ കുറെ കുങ്കുമം കാര്യം വെച്ചിട്ട് കരിമാനെ കാണുന്നുണ്ട് ഈ സ്വാമികളെ ധാരാളം വരാറുണ്ട് കുങ്കുമം ഇങ്ങനെ വാരി കരിമയിലേക്ക് അതുപോലെ താരിയൊക്കെ ഈ പോകുന്ന ശ്രദ്ധിക്കും ഭഗവാനെ തൊഴുത നേരെ പുറകിൽ അനന്തശയനത്തിന്റെ ഇപ്പുറത്തൊരു തോടിൽ ഇങ്ങനെ കരിമാനെ ഒരു സീതാദേവി എന്താ അമ്മേ ലോകമാതാവ് ലോകമാതാവി ശ്രീരാമെന്ന് പറഞ്ഞു ശ്രീരാമൻ ദീർഘായുഷ്യം ശ്രീരാമൻ അങ്ങനെയാണല്ലോ സ്ത്രീകൾ ഭർത്താവ് ദീർഘായുഷ്യം അപ്പോ ഭയങ്കര സന്തോഷമായി ചാപ്പ് നമ്മുടെ തലവഴികൾ കൊടുക്കിയില്ല ഭഗവാൻ ദീർഘായുഷ്യം ഇത്രയും ധരിക്കാം എന്റെ ഭഗവാൻ ഇന്നാൾ വരട്ടെ എന്നാണ് ഭക്തിയുടെ പ്രേമമായ ഭക്തി ഭഗവാനോടല്ലാതെ ആരോടും സമർപ്പണം ചെയ്യാത്തതാണ് ഭക്തി നമ്മളെ പോലെ കാര്യസാധ്യതകളൊന്നും പ്രാർത്ഥിച്ച് ഇടപെടൽ കാര്യങ്ങൾ വരാതിരിക്കുന്ന ഭക്തിയല്ല സ്വന്തമായ ഭക്തിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്തായാലും ആ ഹനുമാൻ എപ്പോഴും ശ്രീരാമന്റെ പുറകിൽ നടക്കും. കൂടെ ഭഗവാനെ എന്തെങ്കിലും കാണാം ഭഗവാൻ നാലുപാട് നോക്കണ്ട പോയിട്ടുണ്ട്. എന്നാലും ഹനുമാൻ വരേണ്ട വലിയ കാര്യം കഴിക്കണം. എന്താ പറഞ്ഞ് ഭഗവാൻ സമുദ്രത്തിന്റെ അടുത്തിരിക്കുന്നു. ആ പാലത്തിന്റെ പകുതി പാലത്തിൽ കുറച്ചങ്ങനെ നടന്നു. ഒരു ചെറിയ കല്ലിന്റെ വലുതെടുക്കാൻ എന്താ പറയാ രാമാന്ന് പേരെഴുതിയിട്ടല്ലേ ഓരോ കല്ലും കിടന്നിരിക്കുന്നത്. രാമാന്ന് എഴുതാതെ രാമെന്നൊരു കല്ലിട്ടാൽ എന്നെ ഇരിക്കുന്നതാണ് ഭഗവാനെ മനസ്സിലാക്കുക. അപ്പൊ ഒരു ചെറിയ കുട്ടി കല്ലിന്റെ പേരെടുത്തോ നോക്കി എന്റെ പേര് അത്രയോ കല്ലുകൾ കിടക്കണം. ഞാൻ തന്നെ ഈ കല്ല് റൂമിൽ കിട്ടാൻ അത് എങ്ങനെ ഇരിക്കും അറിയാൻ വേണ്ടിയിട്ട് ഭഗവാൻ ആ കല്ലെടുത്ത് നോക്കി ചെറിയ കല്ലെടുത്ത് സമുദ്രത്തിരിക്കാൻ വിട്ടതും പറഞ്ഞ് കല്ലെടുത്ത് താഴ്ന്നു പോയി. അപ്പോഴേക്ക് അപ്പുറത്തെ പാറക്കല്ലിൽ ചാടി വരുന്നു. അത് കണ്ടേ സ്വാമി ഞാൻ ഇങ്ങനെ പൊളിഞ്ഞതൊക്കെ കാണണ്ടായിരുന്നു. നീ ആരോട് പറയണ്ട BBC വേൾഡ് ആളോടൊക്കെ വിശേഷം പറഞ്ഞാൽ മതി. ഒരു കാര്യങ്ങൾ വെച്ച് പറഞ്ഞാൽ ആരോട് പറയണമെന്ന് പറഞ്ഞാൽ അതായത് ഹനുമാൻ സ്വാമിയെ കണ്ടിരിക്കണം. നാളെ ഭഗവാന്റെ ഹനുമാൻ സ്വാമി ഭഗവാന്റെ മുമ്പിൽ വന്നു. എന്താണോ പറയാനുള്ളത്? ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിച്ചു. കണ്ണ നടത്തിയിരിക്കണം. ഭഗവാനെ അങ്ങ് വലിയൊരു തത്വം എന്നെ പഠിപ്പിച്ചിരിക്കണമൊക്കെ മനസ്സിലായി. ഭഗവാനെ ഉദ്ദേശിക്കുന്നല്ല ചെയ്യണം. ഭഗവാനെ അന്ന് വലിയൊരു തത്വം അല്ലേ പഠിപ്പിക്കുന്നത്? എന്താ യാതൊരു ജീവനാണോ രാമനാമത്തെ ലഭിച്ചുകൊണ്ട് ഈ സംസാര സാഗരത്തിലേക്ക് ഇറങ്ങുന്നത്, രാമായ നാമത്തെ തന്റെ മനസ്സിൽ ധരിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങണം. അല്ലെങ്കിൽ ഈ സംസാര സാഗരം, ഈ ദുഃഖമാകുന്ന ജീവിതമാകുന്ന സംസാര കടലിലേക്ക് രാമനാമത്തെയും കൊണ്ട് പ്രവേശിക്കുന്നവർ ദുഃഖങ്ങളുടെ കടലിൽ മുങ്ങിപ്പോകാതെ അതിനുള്ളിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കണം. രാമനാമത്തെ പിടിക്കാത്ത ഓരോ ജീവനും സംസാരമാകുന്ന ദുഃഖക്കടലിൽ സംസാരക്കടലിൽ താഴ്ന്നു പോകും. ആ ദുഃഖത്തിന്റെ കടലാണ് നമ്മൾ കണ്ട ലവണജലം ദുഃഖങ്ങളുടെ കടല്. ദുഃഖം കൊണ്ട് എത്ര കണ്ണുനീർ കുടിച്ചു അല്ലെ പറയാ. ഉപ്പുവെള്ളം, കണ്ണുനീരിന്റെ ഉപ്പുവെള്ളം, കടലിൽ ചാടിയാൽ വീണാൻ കിട്ടുന്നതും ഉപ്പുവെള്ളം. ആ ലവണജലത്തിൽ ചാടിക്കിടക്കാൻ ലിംഗി ശൂലങ്കയിൽ ചെല്ലുവാൻ മാത്രമേ കഴിയുള്ളൂ. മാത്രമേ പറ്റിക്കുറിച്ചാൽ ആരുടെ ഉള്ളിലാണോ ശ്രീരാമന്റെ അനന്തമായ ഭക്തിയുള്ളത്, രാമനാമത്തെ ലഭിച്ചിട്ടുള്ളത്, അവർക്ക് മാത്രമേ ദുഃഖത്തിന്റെ കടലിനെ ഈ തത്വമാണ് ശ്രീരാമചന്ദ്രൻ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. രാമനാമത്തെ ഭഗവത് നാമങ്ങളെ പിടിക്കാത്ത നാമജപ സംസ്കാരമില്ലാത്ത ഏവരും ഹൃദയ ക്ഷേത്രത്തിൽ ഇങ്ങനെ തൊഴുതുപോയി പ്രാർത്ഥിച്ച് മാത്രം ജീവിതത്തിൽ വ്യർത്ഥങ്ങളായി കണ്ട്
ഭഗവത് നാമത്തെ മുഖം പിടിച്ചാൽ സംസാര സാഗരമേതായ രോഗങ്ങളിൽ ജീവിക്കാതെ നമ്മള് സംസാര സാഗരത്തിൽ ഉപരിയായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഏറ്റവും ശ്രദ്ധ രാമായണം മുഴുവൻ നമ്മെ പഠിപ്പിച്ചത് നാമജപമാണ്. ആ അതിശ്രേഷ്ഠമായിട്ട് ഇപ്പോ നമ്മൾ കേട്ടു ഹനുമാൻ സ്വാമി അനുഗ്രഹിച്ചല്ലാതെ വാനരന്മാരെ കഴിക്കണമെന്ന് പറയുന്ന ശ്രീരാമ പട്ടാഭിഷേകമല്ലാതെ കഴിഞ്ഞുകൊണ്ടതായ കാലത്തിൽ പലരും വരണമൊക്കെ ഓരോരുത്തർക്ക് ഓരോ സമ്മാനം കൊടുക്കേണ്ട വിഭീഷണ വരൂ സമ്മാന അംഗബഹുമാനം വരൂ കിരീടം പിന്നെ സുഗ്രീവ അവിടെ വരും അതിസുന്ദരമായിട്ടുള്ള ഒരു പട്ടു വേഷ്ടി പല ഉപഹാരങ്ങൾ കൊടുത്തു. അപ്പോഴാണ് പുറകിൽ ഹനുമാൻ സ്വാമി അല്ലേ ആദ്യം ആ ശിവകഥാകൃതത്തിൽ അതുപോലെ എന്താണ് പറഞ്ഞിട്ടുള്ളത് സീതയോട് പറയും സുന്ദരൂപേ ഹനുമാനി ഹനുമാനെ കണ്ടാലേ ഹനുമാനെ വിശേഷിപ്പിക്കുന്നത് വീരന്മാർ ചൂടും മകുടത്തിൽ നായകക്കല്ലേ ശ്രീരാമ പാദ ഭരതപ്രവരാ കേട്ടാലും ഭഗതിയുള്ള ഹനുമാനെ സംബന്ധിച്ച് വീരന്മാർ ചൂടും മകുടത്തിൽ നായകക്കല്ലേ ശ്രേഷ്ഠന്മാർ ധരിക്കുന്ന കിരീടത്തെ രത്നം പോലെ അതീവ മംഗളസ്വരൂപിയാണ് ഈ ആഞ്ജനേയ. കാരണം അവിടുത്തെ ഉള്ളിൽ ഭഗവാനൊന്നും വേണ്ട, സ്വർണം വേണ്ട, വൈരൂര്യം വേണ്ട, രത്നം വേണ്ട, സ്ഥാനമാനങ്ങൾ വേണ്ട. ഒരു ആരാധിക അനുഗ്രഹ സമയത്ത് ഹനുമാൻ സ്വാമി പറഞ്ഞ ഭഗവാനെ ഭൗതികമായ ഒന്നും എനിക്ക് തരരുത്. കാരണം എന്ത് വന്നാലും അതൊക്കെ ഉൾക്കാറാണ്. ഭാഗവത്തിലൊരു കഥാപാത്രമുണ്ട്, ആരെ കുന്തിദേവി. നമ്മളെ പോലുള്ള അമ്മമാരെല്ലാം കുന്തിദേവിക്ക് പതിഭൂഷണ സ്വരൂപങ്ങളായി മാറേണ്ടവരാണ്. ആ കുന്തിദേവി പറയുന്നത് ഹേ കൃഷ്ണ എനിക്ക് ഇനിയും ദുഃഖങ്ങളെ തന്നാലും ഇനിയും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദേവാലയം കൈകൂടിയാൽ മതി പറയുള്ളൂ. കുന്തിദേവി പറഞ്ഞു ഭഗവാനെ കൃഷ്ണ ദുഃഖങ്ങളെ തരൂ. ദുഃഖങ്ങൾ വരുമ്പോ അവിടുത്തെ ഉള്ള എന്റെ അനന്തപ്രേമ ഭക്തി മനസ്സിൽ ഭയവും ആശങ്കയും ആശ്രയം വേണമെന്നുള്ള ആഗ്രഹം വരുമ്പോഴേ ഭക്തി വർദ്ധിക്കുള്ളൂ. ദുഃഖം വന്നാലും എന്റെ ഉള്ളിൽ ഭഗവത് നാമുള്ള പ്രകടനം അദ്ദേഹം പറഞ്ഞു കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. പ്രണതക്ലേശം ശ്രേഷ്ഠമായിട്ട് ജീവിക്കുന്നുണ്ട് എല്ലാവരും. അത് ശ്രേഷ്ഠമായിട്ട് കൊണ്ടും പുതിയ ശ്രീലക്ഷമായിട്ടുള്ള പ്രണതക്ലേശനാശായ ഗോവിന്ദ എന്ത് ദുഃഖമുണ്ടെങ്കിലും നമ്മൾ ലഭിക്കും കൃഷ്ണന്റെ വാഹനങ്ങളെ ആശ്രയിച്ചുകൊണ്ട്. പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. പ്രണതക്ലേശങ്ങളെ ഒഴിക്കുന്ന ഭഗവാൻ ഗോവിന്ദന്റെ വാഹനങ്ങളിൽ ഞാൻ നമസ്കരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ദുഃഖം വരുമ്പോഴേക്ക് വിഷമില്ല, കാരണം ഭഗവാന്റെ നാമം കൂടി ഉണ്ടല്ലോ, ഭഗവത് ചൈതന്യം കൂടി ഉണ്ടല്ലോ എന്നുള്ള ആഗ്രഹം ആ പുതിയ സദാ ലഭിക്കുമായിരുന്നു. ലഭിക്കണം അത് ലഭിച്ചാൽ മതി. ശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രം ഈ മന്ത്രം പറയുന്ന ആശയത്തിൽ കഥ ഓർമ്മയുണ്ട്, പല വേദികളും പറയണതാണ്. പണ്ട് ഈ തിരുവനന്തപുരയിൽ നിന്ന് ഒരു ആദ്യമാരെ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനെ പേര് വെച്ചു കൊടുക്കുന്നു. ബ്രാഹ്മണരുടെ ആചാരപ്രകാരം വേട്ടാളുടെ കാണിയില്ല വേട്ടാളെ പേര് വെച്ച് ആളുടെ പേര് പറയണം. വിളിക്കാൻ തന്നെ മര്യാദയുണ്ട്. ഇങ്ങനെ വിളിക്കാവുന്നതില്ലേ നോക്കൂ എവിടെ ഭർത്താവിന്റെ ഒരിക്കലും ഭാര്യ ഈ അമ്മമാരാച്ചാൽ ഭാര്യത്തിലേ ഒരു കൃഷ്ണഭരെ നമസ്കരിക്കും. പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാറുണ്ട്, കണ്ണിന് കുറച്ച് ഇരിക്കും. വൈകുന്നേരമായ സന്ധ്യയായ വെച്ച് കുറേ നേരം ഈ നാമം വിളിക്കും. പക്ഷെ ഈ നമ്പൂരിയുടെ പേര് പ്രായം വെച്ചാൽ ഗോവിന്ദൻ ഗോവിന്ദൻ
ഗോവിന്ദൻ ഇപ്പൊ വീട്ടിൽ ഗോവിന്ദ ഞാൻ വിളിച്ചാൽ വീട്ടിലെ പേര് മഹാഭാഗം എനിക്ക് നമുക്ക് വലിയ വിഷമമായി. ഈ നാമം ബുദ്ധിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത് അതേപോലെ ഈ നാമത്തിൽ ഇരിക്കാനേ വലിയ ഇതായിരുന്നു. വൈകുന്നേരം ആവുമ്പോൾ ഈ മക്കളെ ഒക്കെ ചൊല്ലുക. എങ്ങനെയാണ്? കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ. അപ്പൊ അതേമാതിരി മക്കളൊന്ന് പരിഷ്കരിച്ചു പറയാൻ പറ്റില്ലല്ലോ. ഇവരുടെ പേര് ഒന്ന് പരിഷ്കരിച്ചു. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ കുട്ടിയോടച്ചായ മനസ്സിലായ ഗോവിന്ദൻ തന്നെയാണ്. അതെങ്ങാനും ഇവിടെ കേട്ടാൽ ഞാൻ വിളിക്കാൻ എന്ത് തന്നെ പറഞ്ഞാലും പുള്ളി ഭഗവാന്റെ സ്മരണി യഥാർത്ഥത്തിൽ രാമരാമ നമ്മൾ വിളിക്കുമ്പോഴും അല്ലെങ്കിൽ ആഞ്ജനേയ സ്വാമിയെ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തേക്ക് ഭുവനേശ്വരിയെ ഇവിടെ ഇരിക്കുന്ന ശാസ്താവിനെല്ലാം സ്വാമിയെ ചട്ടമയ്യെല്ലാം വിളിക്കുമ്പോഴും ഉള്ളിൽ വേണമെന്നത് സ്മരണ. അതാണ് ശാസ്ത്രാമം തുടങ്ങി പറഞ്ഞത്. യസ്യ സ്മരണ മാത്രേന ജന്മസംസാര എന്താ പറയുന്നത്? യസ്യ സ്മരണ. ഈശ്വരനോടുള്ളതായ ആ സ്മരണ ഉണ്ടാവണം. യഥാർത്ഥത്തിൽ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കൈലാസത്തിന്റെ ശങ്കരൻ. കൈലാസനാഥരാമൻ തുടങ്ങിയത് സൂര്യകോടി ശോഭയെ സംവിഷ്ണം ജ്ഞാനനിഷ്ഠം പുരിസംഗനിഷേവിതം വന്ദിച്ചു ആമോൾ സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഐമവതി ചോദിച്ചു ഭഗവതിയോടെ മംഗളാത്മാവായ അമർത്താവേ ജഗന്നാഥ പറയുന്നത്. അതായത് അങ്ങനെ കൈലാസത്തിന്റെ രണ്ടും കൂട്ടി ധ്യാനത്തിനായിരിക്കുന്ന ശങ്കരനോട് ശങ്കരിയായിരിക്കുന്ന ഈ പാർവതി ദേവി ഇങ്ങനെ ചോദിക്കുകയാണ്. പറഞ്ഞത് നിങ്ങൾ കലയോടെല്ലാം തന്നെ ഇരിക്കുന്നതായ കിരാതമുട്ടിയായിരിക്കുന്നതായ വരകൽമകൻ അല്ലെങ്കിൽ വേട്ടക്കാരനായിരിക്കുന്നതായ ആ പരമേശ്വരൻ, ആ പരമേശ്വരന്റെ വാമഭാഗമായിരിക്കുന്നതായ കടറസ്ത്രീയായിരുന്ന വിഷന്തിയായ ഈ പാർവതി അല്ലെങ്കിൽ ഉമാദേവി, അങ്ങനെ ഇരിക്കുന്നതായ ഉമാ ഈ പരമേശ്വരനോട് ചോദിക്കുന്നു. ലോകേകളെല്ലാം തന്നെ ഇങ്ങനെ ഇരിക്കുന്ന മതമാണ് ബ്രഹ്മത്വമെല്ലാം നേടാൻ വേണ്ടി യോഗികൾ ഹിമാലയ സ്ഥാനങ്ങളിലെ മഞ്ജുകളും അമലവരെ മഹാപഞ്ചയും മഹാമനീഷികളായിട്ടെല്ലാം തന്നെ മാറിയ ഒരു ശ്രേഷ്ഠമായ ബന്ധമാണ് വശി എന്ന ശബ്ദത്തിൽ നിന്നാണ് വശീകരണം എന്ന മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നു. ആകർഷിക്കുക. അതിങ്ങനെ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണെങ്കിലും അത് ശ്രേഷ്ഠമായ വശി. എല്ലാത്തിനെയും തന്നിലേക്ക് ആകർഷിക്കുക. താൻ പരമാത്മ സ്വരൂപമാകുന്ന ബ്രഹ്മത്തിന്റെ പ്രതീകമാണ് വശി. ആ വശി എന്ന മന്ത്രമാണ് ശിവയോഗികളെല്ലാം ഇരിക്കുന്ന ശൈവമന്ത്രം. വൈഷ്ണവന്മാരെല്ലാം തന്നെ ആദ്യകാലത്ത് തിരിച്ച് അതിന്റെ തഴക്കവും വഴക്കവും വലിയ മന്ത്രമാണ് വശി. ആ ഹിമോത്സാഹങ്ങളെല്ലാം തന്നെ അവതരിപ്പിക്കുന്ന വലിയ മന്ത്രം രണ്ടക്ഷരമുള്ള ഈ വശി എന്ന മന്ത്രമാണ്. വശീകളെ വിളിച്ചു വശി 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 വശി. അതാണ് ഇവരുടെ കാലക്രമത്തിൽ ശിവ ആയി ഭവിച്ചത്. ശിവായുടെ കൂടെ പിന്നീട് ശബ്ദാക്ഷരങ്ങളുടെ പുതിയ ശിവായ ശിവായ. ആ ദേവനെ ഞാൻ നമസ്കരിക്കട്ടെ എന്ന് ചേർത്തപ്പോൾ നമ ഇതുകൂടെ ചേർത്തു. അപ്പൊ നമശിവായ. അങ്ങനെയാണ് കാലക്രമത്തിൽ ഏത് മന്ത്രം രൂപമുള്ളത്? പഞ്ചാക്ഷരി മന്ത്രം ഇങ്ങനെ രൂപമുള്ളത്. വശി എന്ന ധാതു ശബ്ദം അതിങ്ങനെ കാലാന്തരത്തിൽ ജനിച്ച് വശി വശി അതിലൂടെ ആ ശബ്ദപൂർണ്ണതയ്ക്ക് വേണ്ടി ആ ചേർത്ത് ശിവായ ശിവ അത് ശിവായ അങ്ങനെ ചേർത്ത് പിന്നീട് നഗാരവും അകാരവും ഇങ്ങനെ ചേർത്തപ്പോൾ അത് നമാണ്. അല്ലെങ്കിൽ ആ നമ എന്ന ശബ്ദം അല്ലെങ്കിൽ നമ എന്ന ശബ്ദം ഇങ്ങനെ പ്രയോഗിച്ച് അതിങ്ങനെ കാലാന്തരത്തിൽ രൂപപ്പെട്ടതാണ് പഞ്ചാക്ഷരി. ആദ്യം രൂപപ്പെട്ട സിദ്ധാന്തം ശൈവം. ശൈവത്തിന് പുറകെയാണ് വൈഷ്ണവന്മാരെല്ലാം കാലത്തിൽ ഉണ്ടായത്. ഇതെല്ലാം തന്നെ പണ്ട് ബ്രാഹ്മണരുടെ ചില പ്രത്യേക സമ്പ്രദായങ്ങളായിരുന്നു. ഞാൻ വിഷയത്തിലേക്ക് ഗഹനമായി പോകുന്നത് ഡീപ്പായിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് ബ്രാഹ്മണിലേക്ക് തന്നെ കിട്ടുന്നത്. അങ്ങനെ ശൈവന്മാരിങ്ങനെ ആദ്യകാലത്ത് ലഭിച്ച മന്ത്രമാണ് വശി. വശി ഇങ്ങനെ വിളിച്ചത് ശിവ. ശിവ ഇങ്ങനെ പൂർത്തീകരിച്ചപ്പോൾ യകാരം ചേർത്തു. അതിലിങ്ങനെ നന്നായി ചേർത്തപ്പോൾ പഞ്ചാക്ഷരി ഉണ്ടാക്കി. അങ്ങനെ നമശിവായ. പിന്നീട് വൈഷ്ണവന്മാരുടെ ശക്തീകരണം മാറി. വൈഷ്ണവന്മാർ നേരത്തെ വളരെ ശ്രേഷ്ഠമായ സന്ദർഭത്തിൽ തിരുമുറികളാണ് കൂടുതൽ വൈഷ്ണവന്മാർ. അവരിങ്ങനെ കൊണ്ടുവന്ന മന്ത്രമാണ് ഓം നമോ നാരായണായ അല്ലെങ്കിൽ നാരായണായ എന്നതായ ശ്രേഷ്ഠമായ മന്ത്രം. അപ്പോൾ നാരായണായ എന്നതായ ശ്രേഷ്ഠമായ മന്ത്രവും നമശിവായ മന്ത്രവും രണ്ടും ഒരേപോലെ അഷ്ടാക്ഷരിയും പഞ്ചാക്ഷരിയും ഇങ്ങനെ പ്രയോഗിച്ചു. പിന്നീടാണ് രാമൻ എന്നതായ സങ്കല്പത്തിലേക്ക് നമ്മളിങ്ങനെ വന്നത്. ഏതായാലും നാരായണ എന്ന ശബ്ദത്തിന്റെ രണ്ടാമത്തെ അക്ഷരം ഏറ്റവും ശ്രേഷ്ഠമായ ശബ്ദം രകാരം. നമശിവായ എന്ന ശബ്ദത്തിന്റെ പഞ്ചാക്ഷരിയുടെ ശ്രേഷ്ഠമായ രണ്ടാമത്തെ ശബ്ദം മകാരം. അങ്ങനെ നാരായണയുടെ ശ്രേഷ്ഠമായ രകാരവും പഞ്ചാക്ഷരിയുടെ ശ്രേഷ്ഠമായ മകാരവും ചേർത്തപ്പോൾ എന്തുണ്ടായി? രാമ. യഥാർത്ഥത്തിൽ രാമൻ ശങ്കരന്റെയും
അർത്ഥത്തിൽ രാമൻ വളരെ ശ്രേഷ്ഠമായ ഒരു ചിന്തയാണ്. എന്തായാലും പാർവതി ദേവിയുടെ സംശയം അപ്പുറത്തിരിക്കുന്ന തലയോടെയായിരിക്കുന്നതായ ഈ കാട്ടാളനായിരിക്കുന്ന യഥാർത്ഥത്തിൽ കാട്ടാള സ്വരൂപിയായ ശക്തനോട് ചോദിച്ചതും ലോകയിലെല്ലാം ശിവ അല്ലെങ്കിൽ വശീയത്തിൽ ഇരിക്കുമ്പോൾ അങ്ങ് ആരുടെ നാമത്തെ ഇരിക്കുന്നു രാമായണം തുടങ്ങിയ ഉമാമേശ്വര സംവാദം ചോദിക്കുന്നു അങ്ങ് ആരെ ഞാൻ ചെയ്യുന്നു ലോകയിലെല്ലാം ശിവായ സമാനമാണ് അല്ലെങ്കിൽ ശിവായ നാമം ജപിച്ചിരിക്കുമ്പോൾ ശങ്കര അവിടുത്തെ യാതൊരു മൂർത്തിയായി ധ്യാനിച്ചിരിക്കുന്ന ആ മൂർത്തിയുടെ മഹത്വം എന്തെന്ന് എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായ ശബ്ദ സ്വരൂപമാണ് നര എന്നുള്ളതായ ശബ്ദവും രാമമാണ്. ആ രാമനെ കുറിച്ച് ഞാൻ വ്യാഖ്യാനിച്ചു കൊടുക്കാനാണ് വേണ്ടത്. അത് സുന്ദരമായ 100 കോടി ഗ്രന്ഥങ്ങളെ കുറിച്ച് പറഞ്ഞത്. 100 കോടി ഗ്രന്ഥമുണ്ടെങ്കിൽ രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളെന്ന് മാമി പറഞ്ഞായിരുന്നു. അങ്ങനെ 100 കോടി ഗ്രന്ഥം അതിനെ സംക്ഷിപ്തമാക്കിയപ്പോൾ 2 അക്ഷരം കിട്ടി. അതിങ്ങനെ രാമ. ആ രാമശബ്ദത്തെ വ്യാഖ്യാനിക്കാൻ രാമായണ കഥ ഇങ്ങനെ പറയുന്നുണ്ടായി. അങ്ങനെ അത്യന്തം ശ്രേഷ്ഠമാണ് രാമായണം. അതിങ്ങനെ അശ്വമേധയാഗമെല്ലാം നടത്തിയപ്പോ ആ കഥയെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു. അശ്വമേധയാഗം നടത്തിയപ്പോ ദേവന്മാർ പോലും ഭയപ്പെടുന്നു ശ്രീരാമന്റെ കുതിരയെ. രാമന്റെ കുതിരയെ പിടിച്ചു കെട്ടാൻ ആർക്കും തന്നെ ധൈര്യമില്ല. അശ്വമേധയാഗം നമ്മൾ കുതിരയെ ഇങ്ങനെ അടിച്ചുവിടും. കുതിര ഏത് രാജ്യത്തിൽ ചെന്ന് നിൽക്കുന്നോ ആ രാജ്യവുമായി യുദ്ധം, അല്ലെങ്കിൽ ആ രാജ്യം ശ്രീരാമന്റെ പേരിൽ എഴുതി കൊടുക്കണം. അങ്ങനെയാണ് കരാർ. എന്തായാലും രാമന്റെ കുതിരയാണെങ്കിൽ ആരും തന്നെ ഭയപ്പെട്ട ചിഹ്നങ്ങളൊന്നും തന്നെ കണ്ടാൽ ആ കുതിരയുടെ അടുത്ത് പോലും പോകില്ല. അപ്പോഴാണ് ഭടന്മാർ ഓടി വരുന്നത്. ശ്രീരാമചന്ദ്ര അങ്ങയുടെ കുതിരയെ 2 കുട്ടികൾ പിടിച്ചു കെട്ടിയിരിക്കണം. അത്ര ധൈര്യമുള്ള ബാലന്മാരോ ആരവർ? ഏത് രാജാവിന്റെ കുമാരന്മാർ? രാജകുമാരന്മാരല്ല, അവർ കേവലം മുനിവാരന്മാരുടെ ആശ്രമത്തിൽ കഴിയുന്ന രാജായ വ്രതധാരികളും രുദ്രാക്ഷധാരികളുമായ സാത്വികന്മാരായിരിക്കുന്ന മുനിമാരുടെ ബാലന്മാർ ഇത്ര ധൈര്യം. രാമന്റെ കുതിരയെ പിടിച്ചു കെട്ടാനുള്ള ധൈര്യം അവരെ ആരായിരുന്നു? ഇംഗ്ലീഷില് രാമായണം ചെറിയ ഒരു കോൺവെർസേഷൻ രാമായണവുമായി ബന്ധപ്പെട്ട് വലിയ സന്തോഷമായിരുന്നു. കുട്ടികളൊക്കെ രാമായണത്തിൽ അറിയുന്നില്ല. ഞാൻ പോയപ്പോഴാണ് വലിയ ഈ ഭാഗം ഞാൻ കുട്ടികളോട് ചോദിച്ചു, Do you know the names of the son of Rama? രാമന്റെ കുട്ടികളുടെ പേര് ഇതൊക്കെ അടിസ്ഥാനമായിട്ട് അറിയട്ടെ. രാമായണം പഠിച്ചത് ഇംഗ്ലീഷിലാണ് that many can use their first one's name, then we will say the other ones. The first one is 11. Probably the second one was 12. Now the 11 ആണെങ്കിൽ സംസ്കാരം സ്വഭാവമൊക്കെ പുതിയ തലമുറയിലേക്ക് പറയാൻ പറ്റുന്ന രാമായണ കഥ രാമായണം വായിച്ചു ഇതേമാതിരി വരുന്നവരെയും ഈ രാമായണ തത്വങ്ങൾ പഠിപ്പിക്കാൻ സാധിക്കണം. ലഘുശന്മാരാണ് ആദ്യം രാമായണം പാടിപ്പറഞ്ഞത്. പിന്നീട് തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്ന ലഘുശന്മാരെ ആര് പഠിപ്പിച്ചു എന്ന് ചോദിക്കണോ? സീതാദേവിയാണ്. സീതാദേവിയെ കാണാനായിട്ട് ബാക്കിയുടെ ആശുപത്രിക്ക് ചെല്ലോ രാമൻ സ്വീകരിച്ചു. കൊട്ടാരത്തിലേക്ക് വരൂ. കാലം എത്ര കഴിഞ്ഞിരിക്കണോ? ഈ സന്തോഷവതിയായി കൊട്ടാരത്തിൽ ജീവിക്കാം. ശ്രീരാമചന്ദ്ര ഇനിയും കേവലം ഒരു നാട്യത്തിനായി കൊട്ടാരത്തിലേക്ക് ഞാൻ വരണില്ല. കാരണം പരിശുദ്ധയായ സീതയെ സംശയിച്ചവരാണ് അയോധ്യാവാസികൾ. അതിലെന്താ സീതയെ എനിക്ക് ബോധ്യമുണ്ടല്ലോ. കാരണം നാം ഇപ്പോൾ വായിച്ചു ആ ലങ്കയിൽ വെച്ച് അഗ്നി പരീക്ഷ കഴിഞ്ഞ് അഗ്നി ശുദ്ധീകരണം ചെയ്തിട്ടല്ലേ സീതയെ തിരിച്ചു ഭഗവാൻ പഠിപ്പിക്കുന്നത്. ശ്രീരാമചന്ദ്ര അഗ്നി പരീക്ഷ നടന്നത് ലങ്കയിലല്ലേ? അത് കണ്ടവർ അല്പമാത്രം വിഭീഷണാദികളും അംഗരാദികളും മാത്രമല്ലേ? അയോധ്യാവാസികൾക്കുണ്ടോ ലങ്കയിൽ നടന്ന അഗ്നി പരീക്ഷയെ കുറിച്ച് പലതും പറയുന്നു. അവരുടെ കയ്യിൽ ശിലയുന്ന അപരിചിതയായിരിക്കാം. ഇനി ഒരു നാട്യത്തിനായി ഒരു വേഷം കെട്ടി ഒരു നാട്യമാടാൻ ഈ കൊട്ടാരത്തിൽ ചെയ്യാന്ന് പറഞ്ഞ് എന്റെ മാതാവായ ഭൂമിദേവിയുടെ അടുത്തേക്ക് ഞാൻ പോകും. അങ്ങയുടെ സന്താനങ്ങളെ അങ്ങേക്ക് പുരുഷന്മാർക്കൊക്കെ ആൺസന്താനങ്ങളെ സൃഷ്ടിച്ച് ആൺസന്താനങ്ങളിൽ അല്ലെങ്കിൽ തന്റെ പരമ്പരയിലേക്ക് ധർമ്മത്തെ ഏൽപ്പിച്ചാൽ പിന്നീട് തന്റെ പൂർവകർമ്മങ്ങളിലേക്ക് മടങ്ങാമെന്നാണ് വലിയ ധർമ്മം പറയുന്നത്. സീതാദേവി എന്റെ ധർമ്മത്താൽ കഴിക്കണം. എനിക്ക് വേണം എന്റെ ഉത്തമന്മാരായ സന്താനങ്ങളെ ഞാൻ അങ്ങേക്ക് നൽകുന്ന ആവശ്യമാണ്. ഇനി അങ്ങേക്ക് അങ്ങയുടെ പാരമ്പര്യമായി
അവർ ശ്രേഷ്ഠമായ ധർമ്മം, എന്റെ പത്നി ധർമ്മത്തിന്റെ പ്രധാന പങ്ക് ഞാൻ ഇതാ പൂർത്തീകരിച്ചിരിക്കണം. ശ്രീരാമചന്ദ്ര എന്നെ പോകാൻ അനുവദിച്ചാലും ഭൂമിദേവിയിലേക്ക്, ഭൂമിക്കടിയിലേക്ക് അന്തർദാനം ചെയ്യുന്ന സീതാദേവിയെ കണ്ടുകൊണ്ടാണ് പിന്നെ ഉത്തരരാമനെ കഥയുടെ വ്യാഖ്യാനത്തിലേക്ക് പോകുന്നത്. ഏകനായി ജീവിച്ച രാമന്റെ കഥ പ്രാരംഭം മുതൽ അന്ത്യം വരെ അത്യന്തം ദുഃഖത്തിന്റെ കഥയാണ് യഥാർത്ഥത്തിൽ രാമായണം. ഈ ദുഃഖത്തിലുണ്ടാവുമ്പോഴും ധർമ്മത്തിൽ നിന്ന് ഒരു വിട വ്യതിരിക്കാതെ ഏകപത്നീയവനായി ഒരു വാക്ക്, ഒരു ശരം, ഒരു പത്നി എന്നാണ് രാമന്റെ ധർമ്മം. അതായത് ഒരു വാക്ക്, ഒരു ശരം, ഒരു പത്നി എന്നാണ് രാമന്റെ ധർമ്മം. ധർമ്മത്തിൽ നിന്ന് ഒരു വിട പോലും വ്യതിരിക്കാതെ ഗുണവാൻ തസ്യവീര്യവാൻ, ഗുണമുള്ളവനും വീര്യമുള്ളവനും. ഗുണമുണ്ടായ മാത്രം പോലെ ഗുണം ഉണ്ടാകാൻ തോന്നലുണ്ടാവാൻ പാടില്ല. ഇത്രയാണ് അപ്പൊ ഗുണമുണ്ടായത് മാത്രമല്ല, ഗുണം ഉണ്ടാകുന്ന തോന്നലില്ലാതെ ഉള്ള ശ്രീരാമന്റെ ലോകത്ത് ആഗ്രഹിക്കാനുള്ളത് രാമന്റെ നാമാണ് ഹേ ഭഗവതി, ഞാൻ സദാകാലത്തിലും ജീവിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രേഷ്ഠമായ രാമാനുള്ള ശബ്ദം ഇത് മാത്രം മതി, എല്ലാം കൊണ്ടും പവിത്രമാകാനെന്ന് പറഞ്ഞു. ബ്രഹ്മാവ് ഒരു ദിവസം 100 കോടി ഗ്രന്ഥം വലിയ ആ 100 കോടി ഗ്രന്ഥം ഇവിടെ ഉണ്ട്, വേണ്ടവരൊക്കെ വന്നോളൂ പറഞ്ഞു. സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യുന്നത് അങ്ങനെ ദേവന്മാരെ പുറപ്പെട്ടോ, മാനവന്മാരെ പുറപ്പെട്ടോ, അശ്വന്മാരെ പുറപ്പെട്ടു. 33 കോടിയാണ് ദേവന്മാര്. അത്രേ 33 കോടി. കണക്കിങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. 33 കോടി ദേവന്മാര്, ഭൂമിയിൽ 33 കോടി മനുഷ്യന്മാര്, പാതാളത്ത് 33 കോടി അശ്വന്മാര്. വാനവൻ, മാനവൻ, ധാനവൻ എഴുത്തച്ഛന്റെ ഭാഷ, രാമായണത്തിന്റെ ഭാഷയൊക്കെ പ്രസിദ്ധമാണ്. വാനവൻ ആകാശത്തില് വാനിൽ താമസിക്കുന്നവര്, മാനവൻ ഭൂമിയിൽ താമസിക്കുന്നവര്, ധാനവൻ അക്ഷര വ്യത്യാസമാണ്. എന്തായാലും 3 കൂട്ടരുണ്ട്. 3 കൂട്ടർ 33 33 33 33 പ്ലസ് 33 പ്ലസ് 33 അപ്പൊ 3 കൂട്ടരും കൂടി വന്നു. ബ്രഹ്മാവ് പറഞ്ഞു, എന്നാൽ 100 കോടി ഗ്രന്ഥം 3 കൂട്ടർക്കുമായിട്ട് ഭാഗിക്കാം. ഭാഗിക്കാന്ന് പറഞ്ഞു. 100 കോടിയെ 33 കോടി ദേവന്മാർക്ക് കൊടുത്തു, 33 കോടി മനുഷ്യർക്ക്, 33 അസുരൻ, 3 കൂട്ടർക്ക് ഭാഗിച്ചു. ഇപ്പൊ എത്ര ഭാഗിയില്ല? 1 കോടി. 4 കൂട്ടർക്ക് ഭാഗിക്കാന്ന് പറഞ്ഞ് 33 കോടി 10,000 ലക്ഷമായി ഭാഗിച്ചു, 3ആയിട്ട് ഭാഗിച്ചു, ലക്ഷം ഭാഗിച്ചു, 10,000 ആയി, 3ആയിട്ട് ഭാഗിച്ചു, 1000 ആയി, 3ആയിട്ട് ഭാഗിച്ചു, 100 ആയി, 3ആയിട്ട് ഭാഗിച്ചു, അവസാനം ഒരു പുസ്തകമായി. ഇനി പറയാ ഇല്ല, അതിൽ എത്ര ശ്ലോകം ഉണ്ടെന്ന് നോക്കൂ. നോക്കിയപ്പോ 100 ശ്ലോകം ഉണ്ട്. എന്നാ അതോടെ ഭാഗിച്ചൂടെ? കാര്യമില്ലല്ലോ. 100 ശ്ലോകം 33 വീതം ഭാഗിച്ചു വരും. അങ്ങനെ 100 ശ്ലോകങ്ങളിലെ 33 ശ്ലോകം ദേവന്മാർക്ക്, 33 കോടി മനുഷ്യർക്ക്, 33 കോടി അസുരന്മാർക്ക്. ഈ ഭാഗ്യം എന്നിട്ട് ഒരു ശ്ലോകം ഭാഗ്യം അക്ഷരം നോക്കും. 3ആയിട്ട് ഭാഗിച്ചൂടെ? 3ആയിട്ട് ഭാഗിക്കാം. അങ്ങനെ 3 ഭാഗിച്ചപ്പോ ശിഷ്ടം 2 അക്ഷരം ഭാഗ്യം വന്നു. ഈ ഭാഗ്യം പറ്റിയാട്ടോ. എന്താ വെച്ചാൽ 3 ആൾ വീതം ഒരു ശ്ലോകം എടുത്താലായിരുന്നു. ഇതിപ്പോ 2 ആണ്. എത്രയൊക്കെ കിട്ടിയില്ലേ? 13 കോടിയാണോ? എന്റെ ഭാഗം 3 ഭാഗം കിട്ടിയിട്ടുണ്ട്. ഈ 2 അക്ഷരല്ലേ ഉള്ളൂ. 3 കൂട്ടർക്കും കൂടെ ഭാഗിച്ചാൽ അടിപിടി കൂടുന്നല്ലാതെ കാര്യമില്ല. അതുകൊണ്ട് ഈ 2 എണ്ണം പിടിക്കട്ടെ, ബാക്കി ഇത്രയും കിട്ടിയതുകൊണ്ട് സന്തോഷമായിട്ട് പഠിക്കോളൂ എന്ന് പറഞ്ഞ് ദേവന്മാരും മാനവന്മാരും അസുരന്മാരും ഒക്കെ പോയി. വൈകി ഒരാൾ വരുന്നത് ഭഗവാൻ കൈലാസപതിയായിരിക്കുന്നതായ ഈ ശങ്കരൻ, ഭഗവാൻ ശിവശങ്കരൻ എന്താണ് ബ്രഹ്മദേവൻ ഇവിടെ എന്തോ ഭാഗിച്ചു കൊടുക്കുന്നത് കേട്ടല്ല. രണ്ടൊക്കെ ചെല്ലുമ്പോൾ നേരത്തെ ഒരിടത്തൊക്കെ ചെല്ലുമ്പോഴേ നേരത്തിന് എന്തെങ്കിലും ചിലപ്പോൾ വേണ്ടത് കിട്ടാതെ വരും. നേരത്തെ ചെന്നാല് കഥകളി കല്ലുകൾ വരച്ചാൽ നല്ല ജീവിതം ദമയന്തിയുടെ വിവാഹം
ദമയന്തിയുടെ സാഹചര്യത്തിലെ ശ്രേഷ്ഠമാണ്. ദമയന്തിയുടെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് കരി എഴുതിയവരുണ്ട്. എനിക്ക് കല്യാണം കഴിക്കാൻ ദമയന്തിയെ കൊണ്ട് സുന്ദരിയെ വേട്ടാൻ കൊള്ളാമെന്ന് കഴിക്കാൻ സമയം എടുക്കുമല്ലോ. നമുക്കൊക്കെ അറിയാം, നമുക്ക് ഒത്തിരി സമയം എടുക്കാൻ സമയം എടുത്തിട്ട് കല്ലിങ്ങനെ വൈകി നിരീക്ഷ സമയത്ത് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും കുറച്ചങ്ങോട്ട് വൈകി. ഇപ്പൊ കൊട്ടാരത്തിലേക്ക് പോണ വഴിക്കാണ് ദേവന്മാരൊക്കെ വരുന്നത് കണ്ടത്. എന്താ ദേവന്മാരെ എല്ലാവരും പുക പ്രശ്നിച്ചു വരുന്നത്? ഞങ്ങൾ ഇടം പോയില്ല, പോയ കാര്യം നടന്നില്ല. നീ എങ്ങടാ ഇങ്ങനെ ഒരുങ്ങിയില്ല? വധു വരുന്ന മാതിരിയല്ല, കണ്ടറിയാം ഒരു ഒരുക്കം കൂടുതൽ തന്നെ ഉണ്ട്. ചില പ്രദേശത്തൊക്കെ നമ്മൾ തോന്നുന്നില്ല കാര്യമായിട്ടെന്ന് തോന്നുന്നത്. ഞാൻ ഒരു വേലി വെച്ചാലോ ഇനിയോ സമയമുണ്ട്, സമയമുണ്ട് സമയം ആളുകൾ ഇനിയിപ്പം തന്നെ ശരി അങ്ങനെയുണ്ട്. ഇവിടെയാണ് ഒരു മോഹം ഉണ്ടായത്. എന്തായാലും അങ്ങോട്ട് പോകണം. ഇവിടേക്കാ പോകണത്? അത് രഹസ്യം പറയാൻ താല്പര്യമില്ല. അല്ല പറഞ്ഞോളൂ. അല്ല ഇപ്പൊ പറയാൻ താല്പര്യമില്ല. അല്ല പോണത് ദമയന്തിയുടെ കൊട്ടാരത്തിലേക്കാണോ? കാര്യമില്ല, ദമയന്തിയൊക്കെ അങ്ങനെ നമ്മൾ കൊണ്ടുപോയിക്കണം. അപ്പൊ അവിടെ സൈഡ് പറയുന്നത് വെള്ളമൊക്കെ ഒഴുകിപ്പോയിട്ട് സേതുബന്ധനോദ്ഭവം ചിറ കെട്ടിയിട്ട് പക്ഷെ ഡാം കെട്ടിയിട്ട് കാര്യമുണ്ടോ ചോദിക്കണം. ഒഴുകേണ്ട വെള്ളം ഒഴുകിപ്പോയിട്ട് ചിറ കെട്ടി പിടിച്ചു നിർത്തിയിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത് അർത്ഥം ഓരോന്നിനും ഓരോ സമയമുണ്ട്. ജീവിതത്തിൽ ചെയ്യേണ്ട സമയത്ത് ഓരോന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ ഇരുന്ന് ആലോചിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല. മനസ്സിലാവുമ്പോ ഓരോ സമയമുണ്ട്. ധാരാളം പഠിക്കാൻ ഒക്കെ ആരോഗ്യവും ആയുഷും അല്ലെങ്കിൽ അറിവും വിവേകമുള്ള സമയത്തൊക്കെ പഠിച്ചാൽ നാളത്തേക്ക് ഗുണമായിട്ട് വരും. എല്ലാ കാലത്തും അറുപത് കാലം പഠിക്കാനും പറഞ്ഞാൽ അവർക്ക് മക്കളോട് പോകാൻ പറഞ്ഞാൽ പിന്നെ എല്ലാത്തിനും ഒരു സമയം സമ്പാദിക്കാൻ, ധർമ്മം ചെയ്യാൻ, അർത്ഥം, കാമം, മോക്ഷത്തിനൊക്കെ ഒരു സമയം ജീവിതത്തിലുണ്ട്. അതത് സമയങ്ങളിൽ അത് ചെയ്തില്ലെങ്കിൽ പിന്നീട് നിന്ന് ആലോചിച്ച് ദുഃഖിക്കലാണ്. പിന്നീട് നിന്ന് ദുഃഖിച്ചിട്ട് ആ സമയങ്ങളിൽ അത് അറിയില്ലെങ്കിൽ പിന്നെ അത് വിഷമായിട്ട് കളിക്കും. ഓരോന്നിനും ഓരോ കാലം പറയുന്നത്. അതുപോലെ ഇതാ പറയുന്നു, ഹേ ശങ്കര, അങ്ങ് വന്ന സമയത്തിന് വൈകി. എല്ലാ കാര്യത്തിലും നേരത്തെ പുറപ്പെട്ടാലേ വേണ്ടതുള്ളൂ. കുട്ടികളെ ചെല്ലുമ്പോഴേ നേരത്തെ പോയാൽ നല്ലതൊക്കെ കിട്ടും. വൈകി ചെന്നാൽ കിട്ടണമെടുത്ത് മനസ്സിലാക്കി വരും എന്ന് പറഞ്ഞ മാതിരി ജീവിതത്തിൽ എല്ലാം നേരത്തെ കാലം കുട്ടികൾ ചെയ്തില്ലെങ്കിൽ എന്തായാലും നമുക്ക് വരാൻ വൈകി. ഇവിടെ 33 കോടി ഗ്രന്ഥമുണ്ടായിരുന്നു. ദേവന്മാർക്കും അസുരന്മാർക്കും മനുഷ്യർക്കൊക്കെ ഭാവിച്ചു കൊടുത്തു. ഈ ബാക്കി വേണമെങ്കിൽ ഒരു 2 അക്ഷരം എത്രയും കൊടുത്തു കഴിക്കണോ? ഇനി 2 അക്ഷരം ഉണ്ടാക്കി അത് വേണമെങ്കിൽ തരാം. എന്തെങ്കിലും കുറവുണ്ടാകട്ടെ ഊണൊക്കെ കഴിച്ച് സമ്പാദം കഴിച്ച് കുറച്ച് പ്രായസം ക്ലാസ് ഉള്ളതാണ് അതുപോലെ 2 അക്ഷരമെങ്കിലും 2 അക്ഷരം ഉള്ളതിരിക്കട്ടെ. 2 അക്ഷരം വിട്ടോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തപ്പോഴേക്കും ശങ്കരൻ പൊട്ടി തിരിച്ചു. മറ്റേ എത്ര കൊണ്ടുപോയി പറഞ്ഞത് 33 കോടിയില് 3-1. എന്നിട്ട് എന്താ കാര്യം? ആ 100 കോടി ഗ്രന്ഥത്തിന്റെ സാരാംശമാണ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഈ 2 അക്ഷരമാണ്. 100 കോടി ഗ്രന്ഥമുണ്ടിലൂടി തന്നെ രാമനാമത്തെ പറഞ്ഞ ആ രാമനാമം മനസ്സിലാവുണ്ടോ? ആ 100 കോടി ഗ്രന്ഥത്തിന്റെ കാമ്പും കടമ്പും അട്ടലും നെടുന്തൂണും നാടിയും ഞരമ്പും എന്ന് പറയുന്നത് ഈ 2 അക്ഷരം. പാർവതി ദേവി പാർവതിയുടെ ചോദ്യമാണ് രാമായണം പറയാൻ കാരണമായത്. ബ്രഹ്മാവിൽ നിന്ന് കിട്ടിയ 100 കോടി ഗ്രന്ഥത്തിന്റെ അംശമായിട്ടുള്ള 2 അക്ഷരമാണ് ഈ കാണേതായ രാമ. ആ രാമയും കൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. മാത്രം മതി, മറ്റൊന്നുമില്ലെങ്കിലും മതി. ഈ രാമ രാവിലെ വിശ്വസഹസ്രം എല്ലാവരും വിശ്വസഹസ്രം അത് കഴിഞ്ഞിട്ട് പാർവതി ചോദിക്കേണ്ട ശങ്കരനോട്, ഭഗവാൻ എത്രയൊന്നും ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ എല്ലാവർക്കും ചൊല്ലാൻ പറ്റില്ലല്ലോ. ഇത്രയും പറ്റിയില്ലെങ്കിൽ ലഘുന
കല്യാണം ചെയ്യാൻ കുട്ടികളുണ്ടാവാൻ അല്ലെങ്കിൽ സമ്പത്തുകൾ എളുപ്പവഴി നേരെ വഴി പറ്റില്ലല്ലോ ഒരു പകുതി വെച്ചു എളുപ്പവഴി എന്താ ഇനി സഹസ്രനാമം ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ഭഗവാന്റെ 1000 നാമം ചൊല്ലാൻ പറ്റിയില്ലെങ്കിലും ഇത് മതി എന്താ ശ്രീരാമ രാമ രാമേ രമേ രാമേ മനോരമേ സഹസ്രനാമതുല്യം രാമേ ദേവി രാമാണ് ഒക്കെ ചൊല്ലിയാൽ രാമ രാമ ചൊല്ലിയാൽ 2000 രാമ 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 ചൊല്ലിയാൽ 4000 രാമനാമത്തോളം മഹിമ ശ്രേഷ്ഠായോണ്ട് ഈ ശ്രീരാമശരീരം ഇരുന്നുകൊണ്ട് രാമനാമത്തെ ജപിച്ച് നമുക്കും ശ്രേഷ്ഠായ ഭഗവത് പദത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ. നാൻമറനേരായ രാമായണം ചുമകയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തോലോ. 4 വേദത്തിന്റെ ആധാരമാണ് രാമായണം. ഒരു ഗ്രന്ഥവും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഏറ്റവും എളുപ്പമുള്ള നമ്മുടെ ശ്രേഷ്ഠമായ ഗ്രന്ഥമാണ് രാമായണം. നമുക്ക് രാമായണം പഠിക്കൂ. ശ്രീരാമന്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് അതിശ്രേഷ്ഠമായിട്ടുള്ളതായ ഈ ഭഗവത് സന്നിധിയിൽ ഇരുന്നുകൊണ്ട് രാമായണ ഗ്രന്ഥത്തെ ഇതേമാതിരിയുള്ള മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുക. രാമായണത്തെ അനുസന്ധാനം ചെയ്യുക. കുട്ടികളെ കുറിച്ച് രാമായണം വിഷുക്കൾ നടത്തുക. രാമായണം കോമ്പറ്റീഷൻസ് നടത്തുക. രാമായണത്തെ പ്രചരിപ്പിക്കൂ. രാമായണം ഈ 4 വേദങ്ങളുടെ പൊരുളാണ് രാമായണം. സ്വച്ഛന്തം വനയോനമേൽ മുഴുകിടും നാരായണം ചഞ്ചുവാൽ സ്വച്ഛന്ത കിളി കൈയറി സദൃശം രഞ്ജിച്ചു. എങ്ങനെയുള്ള രഞ്ജിച്ചു തുഞ്ചത്തഴുന്തച്ഛന്തൻ കരമല്ലിനേരുടെയോ പൈകിളിക്കായോടാം. ആ പൈകിളിയാണ് നമ്മുടെ ശാരീരിക പൈതലേ ചാരുശീലേ പരികാരോമലേ കഥാ ശേഷവും പ്രകാരം ശ്രേഷ്ഠമായിട്ടുള്ളതായ രാമായണം പഠിക്കാനും പഠിക്കാനും ഈ വേദി ഉപകാരത്തെ പ്രാർത്ഥിക്കണം. ഞാൻ ഓർത്തില്ല. ഏതായാലും ഏതായാലും നമ്മുടെ പ്രിപ്പയർ ചെയ്ത് നിർവഹിച്ചൊരു കാര്യമല്ല. ഏതായാലും ഞാൻ ചെയ്യിച്ചത് അതായത് പലകടം നേരെ റോഡ് വരികയായിരുന്നു. അതായത് സംസാരിക്കണം വിശേഷിക്കാൻ വന്നത്. ഏതായാലും ശ്രീരാമന് നേരത്തെ ഒരു ദിവസം വരാൻ സാധിച്ചു. അന്ന് ഉച്ചനേരാണ് വന്നത്. ഭഗവാനെ കാണാൻ പറ്റിയില്ല. ഏതായാലും ഈ ഒരു ദിവസം സമയത്ത് വരണമെന്ന് അനുസരിച്ച് ഒന്ന് അങ്ങനെയാണ് പറഞ്ഞത്. രാമായണ വരാൻ നടന്നു. നാളെ വൈകിട്ട് മറ്റന്നാളോ വന്നിട്ട് വരാൻ. കാരണം ഒരു കൂടുതൽ വീട്ടിൽ കൊണ്ടുപോകാറ് മറ്റന്നാൾ എൻ്റെ പിറ്റേ ദിവസം രൂപി ധർമ്മശാസ്ത്ര കേന്ദ്രത്തിൽ പ്രഭാഷണം. നാളെ കഴിഞ്ഞിട്ട് വരാനാണ് വിചാരിച്ചിരുന്നത്. ഏതായാലും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഉച്ചയ്ക്ക് പുറപ്പെട്ടത്. അതായത് നേരെ വന്നു. രാമായണം കുറച്ച് നേരം കേൾക്കാൻ പറ്റി. അതായത് ദീപാരാധനയൊക്കെ പോയിട്ടു. നമസ്കരിക്കുന്നതിനൊക്കെ പറഞ്ഞിട്ട് ഭഗവാന്റെ അതിശ്രേഷ്ഠമായിട്ടുള്ള പട്ടാഭിഷേകം വഹിക്കാനും പറ്റി. അതായത് നിങ്ങളെല്ലാം കുടുംബാംഗങ്ങളും ആയതുകൊണ്ട് വീണ്ടും ഉപയാരിലേക്ക് ഞാൻ നിൽക്കുന്നില്ല. നാളെയും കാണേണ്ട മുഖങ്ങളാണ് എല്ലാവരും ഉള്ളത്. അതായത് ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ പരിചയപ്പെടുക. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ വരുമ്പോഴാണ് ശ്രേഷ്ഠമായിട്ട് ഭഗവാന്റെ കഥകൾ എടുക്കാൻ സന്ദർഭങ്ങൾ ഉപയോഗിക്കുക. അതായത് നമ്മുടെ സന്തോഷം എല്ലാ കുടുംബാംഗങ്ങളെയും വീണ്ടും കാണാൻ സാധിച്ചത്, തുടരാൻ ഈ ശ്രീരാമനെ ദേവരെ തൊടാനും സാധിച്ചത് ആ ഭാഗ്യം നമ്മുടെ പ്രകൃതിയുടെ ആനന്ദത്തെ ലയിപ്പിക്കാൻ സാധിച്ചത് വളരെ ശ്രേഷ്ഠം. നമുക്ക് ഒരു വർഷം നിലവിലേക്ക് സംഘടിപ്പിച്ച് കൂടിയാലോചിച്ച് തീരുമാനിക്കും. എന്നാലും അങ്ങനെ കൂടിയാലോചനകളൊക്കെ ഭഗവാൻ ചെയ്യുന്ന സമയം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുന്നത് വിജയമാവും. വലിയ പ്ലാനായിട്ട് നമുക്ക് പോലെ ഭംഗിയാവുന്നില്ല. ഭഗവാന്റെ പ്ലാനിങ്ങാണ്. നമ്മുടെ പ്ലാനിങ്ങാണ് ഭഗവാൻ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആ സമയത്ത് കാണാൻ സാധിച്ചത് എല്ലാവരും യാത്ര പറയുന്നില്ല. നീ കാണാത്തവരാണ്. നിവാകളെല്ലാം ഉപയോഗമാണ്. എന്നാലും ശ്രേഷ്ഠമായിട്ടുള്ള ധന്യമായ രാമായണം സമ്പൂർണ്ണമായി വായിച്ചു. ബൈബിളെ പരിപൂർണ്ണമായി അനുഭവിക്കാൻ സാധിക്കും. രാമായണം വായിച്ചതുകൊണ്ട് എത്രയോ വേദജപത്തിന്റെ എത്രയോ മറ രഹസ്യം അതാണ് മുറ ജപം. എത്രയോ വേദങ്ങൾ നേരായ രാമായണം 4 വേദങ്ങളുടെ മറജപത്തിന്റെ ഫലമാണ് പ്രജപം. ഇതാണല്ലോ അങ്ങനെ എത്രയോ മറകൾ ലഭിച്ച ഫലമാണ് ഒരു വേദം ലഭിച്ച ഫലമാണ് രാമായണം. 5ാം വേദവും കൂടിയാണ്. അപ്പോൾ രാമായണം ലഭിച്ച ഒരു പുണ്യം, ഒരു വേദം ലഭിച്ച പുണ്യം ഇവിടെയുണ്ട്. അതിങ്ങനെ അതിനെതിരെയാണ് അവിടെ എന്ന് പറയുമ്പോൾ അതിന്റെ ശക്തിയും ചൈതന്യവും കൂടുതലാവും. അത് സംശയമില്ല. അതിനകത്തൊക്കെ കൂടട്ടെ, പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാണാം. ശ്രേഷ്ഠമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസം ദീർഘായുഷ്യം ആരോഗ്യം
ഐശ്വര്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇനിയും നല്ല രാമായണ ചർച്ചകളിലൂടെ ഉണ്ടാവട്ടെ, രാമായണ പാരായണങ്ങൾ ഉണ്ടാവട്ടെ. ഈ ഒരു രീതിയിൽ പ്രാർത്ഥനയോടുകൂടി സമർപ്പിച്ചു ശ്രീരാമ പാദങ്ങളിൽ വിരാമമൂർത്തിയായിരിക്കുന്നതായ കരത്തിൽ വരേവതയായിരിക്കുന്ന വിരാമമൂർത്തിയായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ളതായ ഭഗവാൻ വിരാമമൂർത്തിയും വിരാമപുരുഷമായിരിക്കുന്ന വിരാമ സൂര്യന്റെ പാദങ്ങളിൽ ശ്യാമളാപം ചുരികാചാപധാരിണം വിരാമപുരുഷം വന്ദേ പരമാത്മാനീശ്വരം. വിരാമമൂർത്തിയുടെ പാദങ്ങളിൽ പിടിച്ചിരിക്കുന്ന ഈ ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളിലും രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ ഭഗവാന്റെ കൂടെ മുമ്പിൽ ഇങ്ങനെ ഇടതു കാലത്ത് ഇരിക്കുന്ന ഭഗവാനെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആഞ്ജനേയ സ്വാമിയെ ധ്യാനിച്ച് ആഞ്ജനേയമതിവാടലാലം കാഞ്ചനാദ്രി കമനീയം പാരികാരവാസിനം പുറകെ ഇങ്ങനെ ഇടതു കാലത്തിരിക്കുന്നതായ മഹാമായ ശക്തി സ്വരൂപിണി, പ്രത്യേകിച്ച് വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ഭുവനൻ ഭൂലോകത്തിന്റെ അധിപതിയാണ് ഭുവനേശ്വരി. അതിരിക്കുന്ന ഭുവനേശ്വരി ധ്യാനികളെ അപ്പോഴത്തേക്കിങ്ങനെ ഞങ്ങൾക്ക് പരമതയായിരിക്കുന്നതായ ശാസ്താവ് ആ ധർമ്മശാസ്താവിന്റെ ഭാഗങ്ങളിൽ സമർപ്പിക്കട്ടെ. അഖിലഭുവനദീപം ഭക്തചിത്താർത്ഥശൂലം സുരമണീയസേവ്യം തത്വമസ്യാദിലക്ഷ്യം ഹരിഹരസുതമീശം താരകബ്രഹ്മരൂപം ശബരിഗിരിവാസയം ഹരേവതാം ശ്രീ ധർമ്മശാസ്താരം നവാമ്യഹം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. കാലേ വർഷോപർജന്യ പൃഥ്വീ സസ്യശാലിനി ദേശോയം ക്ഷോഭരഹിത ബ്രാഹ്മണാഃ സന്തു നിർഭയാഃ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്തിരസ്തു ശുഭമസ്തു ഫലമസ്തു തേജോമസ്തു.